സൗണ്ടും ഇതിനൊക്കെ ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് പറയാമോ? സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ക്ലിയറാണ്. ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വലിയ ബ്രോഡായ ഏരിയയാണ്. ലിറ്ററേച്ചറിന്റെയും ബലാഗയുടെയും ഭാഗം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് കവർ ചെയ്ത് പോവാണ്. അപ്പൊ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഡീപ്പായ നോളജ് കുറെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഡെപ്ത് ഉള്ള നോളജ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്നില്ല. ഏഹ് ഇത് എന്തായാലും മോശം എന്ന് തോന്നുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം ഇതിന്റെ ഏരിയ വളരെ ബ്രോഡാണ്. കാരണം പി എസിന്റെ സിലബസ് കണ്ടിട്ടുണ്ടാവും. ലിറ്ററേച്ചറിന്റെ ഏരിയകളിൽ ഒരു മൂലയും മുക്കും എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭാഗമാണ് ലിറ്ററേച്ചർ. അതിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട്, അതന്നെ വളരെ ബ്രോഡാണ്. അപ്പൊ എന്തായാലും ഇത് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ളത് പ്രായോഗികമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇത് അറിഞ്ഞില്ലെങ്കിൽ മോശം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഏഹ് അറബി ഭാഷയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അറബി ഭാഷ ലോകത്തിലെ ഒഫീഷ്യലായി അംഗീകരിക്കപ്പെടുന്ന ഭാഷയിൽ ഒന്നാണ്. അതുപോലെ ഇത് സെമിറ്റിക് ലാംഗ്വേജ് ആണ്. സെമിറ്റിക് ലാംഗ്വേജ് മുമ്പ് ചോദ്യം വന്നൊരു ഏരിയ ആണ്. നാല് ഭാഷ കൊടുത്തിട്ട് ഇതിൽ സെമിറ്റിക് ഭാഷ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെമിറ്റിക് ഭാഷകൾ എന്നറിയപ്പെടുന്ന മൂന്ന് ഭാഷകളാണ്. ഒന്ന് അരാമിയയും കൻആനിയയും അറബിയയും. അപ്പൊ അതിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബിക് ഭാഷ. ഏഹ് പിന്നെ ഈ അറബി ഭാഷ ലോകത്തിലെ UN അംഗീകരിച്ച ആറ് പ്രധാനപ്പെട്ട ഭാഷകൾ ഒരു ഭാഷയാണ്. നാലാം സ്ഥാനത്താണ് അറബിക്കുള്ളത്. ചൈനീസ്, മാൻഡാരിന്, സ്പാനിഷ്, റഷ്യൻ, ഫ്രഞ്ച് തുടങ്ങിയ ആറ് ഭാഷകളാണ് ലോകത്ത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് UN ലാംഗ്വേജ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ അതില് പെട്ട ചൈനീസിനാണ് മാൻഡാരിൻ. അതിൽപ്പെട്ട നാലാം സ്ഥാനത്തുള്ള അംഗീകരിക്കപ്പെട്ട UN ലാംഗ്വേജുകളിൽപ്പെട്ട ലാംഗ്വേജ് ആണ് അറബി ഭാഷ. ലോകത്തില് 22 രാജ്യങ്ങൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറബി ഭാഷ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഇത് അറബ് ലീഗ്, ജാമിയത്ത് ദുവൽ അറബി എന്ന് പറയുന്ന അറബ് ഭാഷ ഒഫീഷ്യലായി അറബി ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. അപ്പൊ അതിൽ 22 രാജ്യങ്ങളാണുള്ളത്. ആ രാജ്യങ്ങളിലൊക്കെ അറബി ഭാഷയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ളത്. സെക്കൻഡറി ആയിട്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട്. 50ഓളം രാജ്യങ്ങൾ മൊത്തം ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ 22 രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ. കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും ഇതിൽപ്പെടും അറബ് ലീഗില്. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉള്ളത് ജാഹിലിയ ലിറ്ററേച്ചർ ആണ്. ജാഹിലിയ ലിറ്ററേച്ചർ വളരെ ബ്രോഡാണ്. അതിൽ പ്രധാനപ്പെട്ട മുമ്പ് ചോദ്യം വന്ന കുറച്ച് ഏരിയകൾ അന്നത്തെ യുദ്ധങ്ങളെ കുറിച്ചായിരുന്നു. അറബുൽ ബസൂസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറബുൽ ബസൂസ്, തഗലബ്, അതുപോലെ ബക്കർ, ഈ രണ്ട് കബീലകൾക്കിടയിൽ നടന്ന യുദ്ധമാണ്. ഏഹ് ഇത് പറയാറുള്ള 40 വർഷം നീണ്ടുന്ന യുദ്ധമാണ്. അപ്പൊ ഇതില് ഓരോ യുദ്ധത്തിലും ബത്തലുകൾ ഉണ്ടാവും. ബത്തൽ എന്ന് ശരിക്കും ഹീറോ ആണ്, പ്രധാനപ്പെട്ടവരുടെ ഒരാള്. അപ്പൊ അതിൽ ഈ ഹർബുൽ ബസൂസിലെ പ്രധാനപ്പെട്ട ബത്തലായിട്ട് കണക്കാക്കുന്നത് കവി കൂടിയായ മുഹൽഹൽ ബിൻ റബി അല്ലെങ്കിൽ മുഹൽഹൽ തഗലബിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ദാഹിസ് വൽ ഖബറ എന്ന് പറയുന്ന ഹർബുൽ സിബാഖ് എന്നറിയപ്പെടുന്ന ദാഹിസ് വൽ ഖബറ യുദ്ധം. അപ്പൊ ഇത് അബ്സ് ദുബിയാൻ എന്ന് പറയുന്ന രണ്ട് കബീലകൾക്കിടയിൽ, സബ് കബീലകളാണ് ശരിക്കും, ഗാത്തഫാൻ കബീലകൾക്കിടയിലുള്ള രണ്ട് ടീമുകളാണ് അബ്സ് ദുബിയാന്. അവർക്കിടയിൽ നടന്ന യുദ്ധമാണ്. അപ്പൊ ഇതും 40 വർഷം നീണ്ടുനിന്ന യുദ്ധമാണ്. അപ്പൊ ഇതിലെ ബത്തില് ഒന്നാമത്തതിലെ ബത്തില് മൊഹൽ ബിൻ റബി ആയിരുന്നു. ഹർബുൽ ബസൂസില് ഹർബുൽ സിബാഖില് അതിലെ ബത്തിലായിട്ട് അറിയപ്പെടുന്നത് അൻതറത്ത് ബിൻ ഷദ്ദാദ് ആണ്. അൻതറത്ത് ബിൻ ഷദ്ദാദുൽ ലബസി അൻതറ, അദ്ദേഹവും മുഅല്ലഖാത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കവിയാണ്. പിന്നെ ഹർബു ദിൽ ഖാർ എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട്. അത് അറബികളും ഫാരസികളും പേർഷ്യൻ ഇറാനികൾ തമ്മിൽ നടന്ന യുദ്ധമാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധമാണ് കേട്ടോ. പിന്നെ ഫിജാർ ഉണ്ട്. അർബുൽ ഫിജാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് പങ്കെടുത്ത, ബദറല്ല, ആദ്യമായിട്ട് നബി പങ്കെടുത്ത യുദ്ധം ഹർബുൽ ഫിജാർ ആണ്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നബിക്ക് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. പിന്നെ ഔസ് ഖസ്റജ് രണ്ട് ഗോത്രങ്ങളാണ്. ഇവർക്ക് ഇടയിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കുടുംബങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങള്. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഈ സൂക്കുകളെ കുറിച്ചിട്ട് ഡെപ്തായ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. സൂക്ക് ഉക്കാളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂക്ക് ഉക്കാൽ എന്ന് പറഞ്ഞാല് ഉക്കാള ചന്തകൾക്ക് വെറും ഒരു ബിസിനസ് ആവശ്യം എന്ന നിലയിലല്ല ജാഹിലിയ കാലഘട്ടത്തിലുള്ള പ്രസക്തി. അത് ഈ കവിതയുടെയും കൾച്ചറൽ ട്രാൻസ്മിഷന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സെന്റർ കൂടിയാണ് ഈ സൂക്കുകൾ. അപ്പൊ അവിടെ നിന്ന് ഈ മൊല്ലക്കാത്തൊക്കെ കേൾക്കലും ജഡ്ജിമെന്റ് ചെയ്യലും
അത്രക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ചുവന്ന പരവതാനിയുള്ള ഒരു പ്രധാന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ഇന്റലക്ച്വൽ ഡിബേറ്റുകളൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സെന്റർ കൂടിയാണ്, ഹബ്ബ് കൂടിയാണ് സൂക്കുകൾ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു സൂക്കാണ് സൂക്ക് ഉക്കാദ്. സൂക്ക് ഉക്കാദ് ഓരോ സൂക്കുകൾക്കും പ്രത്യേക മാസങ്ങള്, പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട്. സൂക്ക് ഉക്കാദാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറബ് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൂക്ക്. അപ്പൊ ഈ സൂക്ക് മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലാണ് ഉള്ളത്. ഈ ഈ സൂക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. ദുൽഖാദ, എല്ലാ വർഷവും ദുൽഖാദ 1 മുതൽ ദുൽഖാദ 20 വരെ നീണ്ടു നിൽക്കുന്ന, വർഷത്തിൽ 20 ദിവസം മാത്രം പ്രവർത്തിയുള്ള ഒരു സൂക്കാണ് സൂക്ക് ഉക്കാദ്. ഈ സൂക്കിനെയാണ് മലിക്കത്തുൽ അസ്വാക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെയും ഒരുപാട് സൂക്കുകളുണ്ട്. ദുൽമജന്നയുണ്ട്. ഇത് മക്കയിൽ നിന്ന് കുറച്ച് മൈലുകൾക്ക് അപ്പുറത്തുള്ള ഒരു സൂക്കാണ്. പിന്നെ ദുൽമജാസ് ഉണ്ട്, മിനയിലുള്ള സൂക്കാണ്. പിന്നെ ധൂമത്തുൽ ജന്തൽ ഉണ്ട്, നജിദിലെ ഷിമാല് ഭാഗത്തുള്ള ഒരു സൂക്കാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉള്ളത് ഈ മുഅല്ലഖാത്തിലെ കവികളെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ഇംറുൽ ഖൈസ്, സുഹൈർ, അൻതറ, ലബീദ്, തൊറഫ, അംറുബിൻ കുൽഫൂം, ഹാരിസ് ബിൻ ഹില്ലിസ, ഈ ആളുകളെയാണ് മുഅല്ലഖാത്തു സബഇന്റെ ആളുകളായിട്ട്, ഷുറാഉ മുഅല്ലഖാത്തു സബഇന്റെ ആളുകളായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. പിന്നെയുള്ള നാബിഗ, ആയിഷ, അതേപോലെ അമീദ് ബിൻ ലബ്രസ്, ഈ 3 പേരാണ്. ഈ 3 പേരെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഷുറാഉൽ അഷ്റാവും, 10 പ്രധാനപ്പെട്ട മുഅല്ലഖയിലെ ആളുകള്. അപ്പൊ ഇതിൽ ഈ 2 രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുഅല്ലഖാത്തു സബഇൽ പെടാത്ത ആളെന്ന് വെച്ചിട്ട് ആദ്യത്തതിൽ 3 പേരെയും, പിന്നെ ഈ 8ാമത്തെ 9ാമത്തെ 10 ലിസ്റ്റിൽ ഏതെങ്കിലും ഒരാളെ കൊടുക്കും. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം. മുഅല്ലഖാത്തു സബ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 7 പേരാണ്. മുഅല്ലഖാത്തുൽ അഷ്ർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 പേർ അതിൽ പെടും. പിന്നെ ലാസ്റ്റ് കൊടുത്ത ഉമയ്യത്ത് ബിൻ അബി സുൽത്താൻ അവനത്തെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന അർത്ഥത്തിലാണ് കൊടുത്തത്. പിന്നെ ഇവരുടെ കാഫിയകളുണ്ട്. അത് ഈ ബഹർ ചോദിക്കുന്ന അറൂദിന്റെ ഭാഗത്തിൽ പൊതുവെ ചോദിക്കാറുള്ളത് ഇത്തരം ഫേമസ് ആയ ഇവരുടെ മുഅല്ലഖയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെയാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഈ അറൂദയുടെ ബഹർ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഈ കവിതയുടെ, ഇപ്പൊ ലാമീ ആണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇംറുൽ ഖൈസ് ആയിരിക്കും ഉണ്ടാവുക. മീമി ആണെങ്കിൽ സുഹൈറിന്റെ അൻതറയുടെ ചാൻസ് ഉണ്ട്. അതേപോലെ ഹാ ആണോ ദാലി ആണോ നൂനി ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ കവിയെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അവരുടെ കാഫിയകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഹറിന്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബഹർ ഈ നോട്ടബിൾ ആയ ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ മുഅല്ലഖാത്തുൽ സബ് അഷറിൽ പെടുന്ന ആ 3 പേരുടെയും ബഹർ ബസീത്താണ്. പിന്നെ തൊവീല് 3 പേർക്കുണ്ട്, ഇംറുൽ ഖൈസിനുണ്ട്, സുഹൈറിനുണ്ട്, തൊറഫക്കുണ്ട്. ബാക്കിയുള്ള ആളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കബീൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് പഠിക്കണം എന്നില്ല. അപ്പൊ ഈ കാഫിയയും ബഹറും ഈ മുഅല്ലഖാത്തിന്റെ ആളുകളുടെ പേരും ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടോ, ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. വോയിസിൽ പറയുകയും ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഈ ഷുറാഉ സാലിക് എന്ന് പറയുന്നത്. സാലിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മറ്റു രീതിയിൽ നെഗറ്റീവ് അർത്ഥത്തിൽ പറയുന്നതാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് കവിത രചനകളുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട 3 ആളുകളാണുള്ളത്. ഒന്ന് അബത്ത് ഷെറയാണ്, പിന്നെ ഒന്ന് ഷൻഫറ, അതേപോലെ ഉർവത്ത് ബിനുൽ വറദ്. ഈ ദാബത്ത് ഷെറയുടെ ആ പേര് വരാനുള്ള ഒരുപാട് കാരണങ്ങൾ സാഹിത്യ പുസ്തകങ്ങൾ പല രീതിയിലും പറയാറുണ്ട്. ഒന്ന് പറയുന്നത് ഒരു ദിവസം ഈ ആടിനെ കൊണ്ടുവന്ന സമയത്ത് കക്ഷത്തിൽ വെച്ചിരുന്ന നായയായിരുന്നു. അപ്പൊ അബദ്ധ ഷെറൻ, ഈ കക്ഷത്തിൽ വെച്ചത് ഒരു ഷെറിനെയാണല്ലോ എന്ന അർത്ഥത്തിൽ ദാബത്ത് ഷെറാന്നുണ്ട്. അതേപോലെ 2-3 കഥകളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പൊ ദാബത്ത് ഷെറ എന്നത് താബിത്ത് ബിൻ ജാബിർ ആണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഷുറാഉ സാലിക്കിൽ ഒരു പ്രധാനപ്പെട്ട ആള്. മറ്റൊന്ന് ഷൻഫറയാണ്. ഷൻഫറയുടെ ലാമിയത്തുൽ അറബ് വളരെ പ്രശസ്തമാണ്. ഉമർ അള്ളാഹുവിന് വരെ ഈ ലാമിയത്തുൽ അറബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലിമു ഔലാദക്കും ഖസീദത്തു ഷൻഫറ ഫഇന്നഹാ തുഅല്ലിമുഹും മകാരിമൽ അഖ്ലാഖി എന്നാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വരെ ലാമിയത്തുൽ അറബിനെ അല്ലെങ്കിൽ ഷൻഫറയുടെ കവിതകളെ പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ ഇവരുടെ ലീഡർ അല്ലെങ്കിൽ ഇവരുടെ ഒരു റായിദ് എന്നറിയപ്പെടുന്ന ആള് ഉർവയാണ്. ഉർവയാണ് അബു സാലിഖ് അല്ലെങ്കിൽ ഉർവത്തു സാലിഖ് എന്നൊക്കെ അറിയപ്പെടുന്ന ആള്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റഈസായിട്ട് അറിയപ്പെടുന്ന ആള് ഉർവയാണ്. ഇവര് 3 പേരാണ് ഷുറാഉ സാലിഖിൽ ഫേമസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ആളുകൾ. പിന്നെ ഷുറാഉൽ മുഖ്ലറമുകളുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും കുറച്ചു കാലം ജീവിച്ചു, അതുപോലെ ഇസ്ലാമിലേക്കും വന്ന സമയത്തും അവർ കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയ ആളുകൾ ഒന്ന് അസാമി സാബിത്തും, പിന്നെ ഒന്ന് ഹൻസാ ബിൻ തുമാലിർ, കഅബ് ബിൻ സുഹൈർ, ഹത്തി, ഈ 4 പേരാണ് ഷുറാഉൽ മുഖ്ലറമകൾ നോട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ.
അസ്സാം സ്ഥാപനത്തിനെ കുറിച്ച് നോട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഈ ഷുറാഉൽ യമൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഷുറാഉൽ യമൻ ആണ്. അപ്പൊ ഷുറാഉൽ യമൻ സലാത്തത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. എന്നുവെച്ചാൽ യമനിലെ പ്രധാനപ്പെട്ട ആളുകള് ഒന്ന് ഇംറുൽ കൈസ് ആണെന്ന്, അസ്സാനം സാമിത്ത് അബൂനവാസ് ആണ്. മൂന്ന് മൂന്ന് കാലഘട്ടത്തിലാണ്. ഇംറുൽ കൈസ് ജാഹിലിയ കവിയാണ്. ഹസ്താനബിന് സാബിത്ത് നമ്മുടെ മുഖറമായ ഒരു കവിയാണ്. പിന്നെ അബൂനവാസ് അതിനുശേഷം വന്ന അബ്ബാസി പീരീഡിലുള്ള ഒരു കവിയാണ്. അപ്പൊ ഷുറാഉൽ യമൻ സലാസത്തുൻ, ഈ മൂന്ന് പേരാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഹസ്സാൻ സാബിത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഹിജാബ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ കുഫാരിങ്ങളുടെ ഈ പ്രശ്നം ഒരുപാട് നബിയെ കൂടുതൽ ഹിജാബ് ചെയ്ത സമയത്ത് ഒരു തവണ മറുപടി കൊടുക്കാൻ വേണ്ടി നബി പറഞ്ഞു. അപ്പൊ നബി ഈ ചോദിക്കുന്നുണ്ട് ഹസ്സാൻ സാബിത്തിനോട്, എങ്ങനെയാണ് നീ എന്നെ കബി ഹാഷിമി കബീലെ അല്ലെങ്കിൽ അവിടുത്തെ കുഫാരികളെ മക്കത്തെ ആളുകളെ നീ ഹിജാബ് ചെയ്യാം, ഞാനും അവരുടെ കബീലിൽപ്പെട്ട ഒരാളാണല്ലോ. അപ്പൊ അതിന് മറുപടിയായിട്ട് ഹസ്സാൻ സാബിത്ത് പറയുന്ന ഒരു മറുപടിയാണ്, അസുല്ലുക്ക മിന്നം കമാത്ത് അസുല്ലു ഷഅറത്തു മിനൽ അജീനി. ഒരു മുടി മാവിൽ നിന്ന് എങ്ങനെയാണോ ലൂസിൽ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്, അല്ലെ സിമ്പിളായിട്ട് ഒഴിഞ്ഞു പോകുന്നത്, അതേപോലെ നിങ്ങളെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങൾക്കൊരു കേടും പറ്റാത്ത ഞാൻ അവരെ ഹിജായി ചെയ്തോളാം എന്ന് പറയുന്ന ഒരു വാചകമാണ്. ഇപ്പൊ ഹിജായി ആയ മറ്റൊരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്, ഹിജായി ആയ കവിതകളാണ് ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു കൂടുതൽ ഉള്ളത്. നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് മാദിഹുർ റസൂൽ അല്ലെങ്കിൽ റസൂലിനെ എപ്പോഴും മധു ചെയ്യുന്ന ആള് എന്നൊക്കെ ആയിട്ടാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാമിൽ വന്നതിന് ശേഷം മാത്രമാണ് മധു പറയാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഹിജായിയായ കവിതകളാണ് അദ്ദേഹത്തിന് കൂടുതലുള്ളത്. അപ്പൊ ഈ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ കവിതകളിൽ കൂടുതലും ഹിജായിയായ കവിതകളാണ് കാണാറുള്ളത്. മുമ്പ് വന്നൊരു ചോദ്യമാണ്, അധിക പേരും ആൻസർ ചെയ്തിട്ടുണ്ടാവാം മധു എന്നായിരിക്കും. അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്. ഹിജായിയായ കവിതകളാണ് ഹസ്സാൻ സാബിത്തിന് കൂടുതലുള്ളത്. ഇസ്ലാമിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ മധുഹിയായ കവിതകൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നബി സാബിത്ത് റളിയല്ലാഹു പറഞ്ഞത്, ഹുജുഹും, അവരെ ഹിജാബ് ചെയ്തോളൂ, വറൂഹുൽ ഖുദസ് മാക്ക. റൂഹുൽ ഖുദസ് എന്ന് പറഞ്ഞാൽ ജിബ്രീലാണ്. പിന്നെ അടുത്ത ആളാണ് ഹൻസനെ കുറിച്ച് പറയാറുള്ളത്, ഈ അവരുടെ സഹോദരി അഹ് സൊഹർ മുആവിയ രണ്ടുപേരുണ്ട്. അല്ലെ, സൊഹർ മരണപ്പെട്ട സമയത്ത് ഒരുപാട് റിസായിയായ കവിതകൾ എഴുതുകയും ഒരുപാട് കരയുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയും ചോദിച്ചു, രണ്ട് സഹോദരന്മാരിൽ ഒരാളുടെ പേര് കൊടുത്തിട്ട് മറ്റാൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് സഹോദരന്മാരിൽ ഒന്ന് സൊഹർ മുആവിയയാണ്, മുഗൾ കബീലയിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ ഇവരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നാല് മക്കളാണ്. നാല് മക്കളും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖാദിസിയ യുദ്ധത്തില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബി ഖത്ലിഹിം വഅർജു അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖരി റഹ്മത്തിഹി എന്നാണ്. നാല് മക്കളും ഖാദിസിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതാണ് ഹൻസ. ഇസ്ലാം വന്നതിന് ശേഷമാണ്. പിന്നെ കാബുബ്നു സുഹൈർ ഉണ്ട്. കാബുബ്നു സുഹൈർ ഇസ്ലാം സ്വീകരിച്ചത് 9 ഹിജ്റ 9-ലാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബിക്കെതിരെ ഹിജായിയായ കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈറും ഇദ്ദേഹം കൂടിയാണ് ഈ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഇടയിൽ വെച്ച് കൺഫ്യൂഷൻ ആവുകയും ബുജൈർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ബുജൈറിനെയും നബിയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഹിജായ് ചെയ്തുകൊണ്ട് എഴുതിയ കവിതയാണ് അലാ അബ്ലിഗ അന്നി ബുജൈറൻ റിസാലത്ത് എന്ന് പറയുന്ന കവിത. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഖസീദുൽ ബുർദ അല്ലെങ്കിൽ ബാനസ്വാദ് എന്ന് പറയുന്ന പ്രശസ്തമായ ഖസീദ രചിക്കുന്നത്. ആ ഖസീദ രചിച്ചതിന് കാരണമായിട്ട് നബി തന്റെ മസ്ജിദുൽ മദീനയിൽ വെച്ചിട്ട് ബുർദ കൊടുക്കുകയും ആ ബുർദ പിന്നീട് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മദ്ഹിലുള്ള കവിതയാണ് ഈ ബാനസ്വാദ്. അത് ലാമിയാണ്, ലാമിൽ അവസാനിക്കുന്ന കവിതയാണ്. 58 ബൈത്തുകളുള്ള ബഹർ ബസീത്തിൽ രചിക്കപ്പെട്ട കവിതയാണ് ഈ കാബുബ്നു സുഹൈറിന്റെ ബാനസ്വാദ ഖസീദത്തുൽ ബുർദ. ഒരുപാട് തവണ ചോദ്യം വന്ന ഏരിയയാണത്. പിന്നെ ഒന്നുള്ളത് ഹത്തിയയാണ്. ഹത്തിയയുടെ പ്രത്യേകത വളരെ ഹിജ എന്ന് വെച്ചാൽ ഹജ ഉമ്മഹു വ അബാഹു വ സൗജഹു വ നഫ്സഹു, സ്വന്തത്തെ പോലും ഹിജായ് ചെയ്ത ഹിജായിലെ അങ്ങേയറ്റമുള്ള ഒരാളാണ് ഹത്തിയ. ഹത്തിയനെ കുറിച്ച് പറയാറുള്ളത്, ഒരു സമൂഹത്തിൽ ഒരു കൗമിൽ ഇറങ്ങിയാൽ ആ കൗമ് ഹത്തിയനെ മതം ചെയ്താൽ അവർ ഒഴിവാക്കിയിടും. ഇനി അവരൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അവർ ഇവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹത്തിയ ഹിജായ്. അപ്പൊ ഹിജായിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഹിജായ് ചെയ്യുന്ന, ഹിജായില് ഒരു ഭയങ്കര സുപ്രീമസി ഉള്ള ആളാണ് ഹത്തിയ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഉമറുല്ലാഹിന് ഒരു പ്രശ്നത്തിൽ പെടുക്കുകയും അങ്ങനെ ഉമറുല്ലാഹിന് ഈ വാണിംഗ് കൊടുക്കും, ഇയ്യാക വ ഹിജ ഇന്നാസ് എന്ന് പറഞ്ഞ വാണിംഗ് ഹത്തിയക്ക് കൊടുത്തു. ആ സമയത്ത് ഹത്തിയ പറഞ്ഞത്, ഹിജാബ് എന്റെ
ജീവിത സമ്പാദ്യ മാർഗം തന്നെ ഹിജാബ് നടത്തുകയാണ്. എന്റെ ഹിജാബിനെ പേടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് മാസത്തിൽ പണം തരുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ സമ്പാദ്യം. അങ്ങനെ ഞാൻ ഹിജാബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല, എന്റെ കുടുംബം പട്ടിണിയാവുമെന്ന് പറഞ്ഞ സമയത്ത് ഉമർ അള്ളാഹുവിന് കുറച്ച് പണം കൊടുക്കുകയും ഇനി നീ ഹിജാബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വിടുകയും ചെയ്തു. പിന്നെ ഉമർ അള്ളാഹുവിന്റെ മരണത്തിന് ശേഷം വീണ്ടും ഹത്തിയ ഹിജായിയായ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഹത്തിയ. പിന്നെ അമവി കവികളാണ് ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ. അമർ ബിൻ അബി റബിയയും ജമീൽ മഅമറും ജമീൽ ബുസൈന അഖ്തൽ ഫറസ്ദക്ക് ജരീർ. അപ്പൊ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആളുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. അംർ ബിൻ അബി റബിയുടെ പ്രത്യേകത, ഈ അംർ ബിൻ അബി റബി എപ്പോഴും നിസാഇനെ, സ്ത്രീകളെ മാത്രം വർണ്ണന നടത്തുന്ന ആളാണ്. ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, സുലൈമാൻ അബ്ദുൽ മലിക് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളൊന്നും മദ്ഹ് ചെയ്യാത്തതെന്ന്. രാജാവാണ്. അപ്പൊ രാജാവിനെ പൊതുവെ എല്ലാ കവികളും മദ്ഹ് ചെയ്യാറുണ്ട്, ഇയാൾ മദ്ഹ് ചെയ്യാറില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇന്നില അംദഹു റിജാല ഇന്നമ അംദഹു നിസാ, സ്ത്രീകളെ മാത്രം ഞാൻ വർണ്ണിക്കാറുള്ളൂ എന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ സ്ത്രീകളുടെ ഈ വർണ്ണനകൾ, ഗസലിയായ കവിതകൾ ഒരുപാട് എഴുതിയ കാരണമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ കൂടുതൽ ആയപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഈ രാജാവായ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ദഹ്ലക് എന്ന് പറയുന്ന ഒരു നാടിലേക്ക് നാട് കടത്തി. ദഹ്ലക് എന്ന് പറഞ്ഞാൽ യമനിന്റെയും അബുഷയുടെയും എത്യോപ്യയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പ്രത്യേകത, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ച ആ ദിവസമാണ്, അല്ല ആ വർഷമാണ്, അതേ രാത്രിയാണ്, വർഷമല്ല, ഫിൽ ലൈലത്തി അല തൂഫിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ച അതേ രാത്രിയിലാണ് ഈ ഉമർ ബിൻ അബി റബിയ ജനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പറയാറുള്ളത്, ഹക്ക് നശിക്കുകയും ബാത്തില് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നുള്ളത്. പിന്നുള്ളത് ജമീൽ ബിൻ മാമറാണ്. ജമീൽ ബുസൈന എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ബുസൈന എന്ന തന്റെ അമ്മിന്റെ മകളെ പ്രണയിച്ചത് കൊണ്ടാണ് ജമീൽ ബുസൈന എന്ന് അറിയപ്പെടുന്നത്. ഇതും ഗസലിയായ കവിതകളാണ്, സ്ത്രീവർണ്ണനയിലുള്ള കവിതകളാണ് ജമീൽ ബുസൈന കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ അമവി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളാണ് അഖ്തലും ഫറസ്ദക്കും ജരീരും. ഇവരുടെ ഒരുപാട് കവിതകൾ കൊടുത്തിട്ട് ആരുടെ കവിതകളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കായി മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് കവിതകളിൽ ഏറ്റവും അംദഹായ കവിതകൾ എഴുതുന്ന ആള് അഖ്തലാണ്. അതേപോലെ വസ്ഫുൽ ഖംറിലും ബെസ്റ്റ് ആയ ആള് അഖ്തലാണ്. ഫഹരിയായ കവിതകൾ കൂടുതൽ എഴുതാറുള്ളത് ഫറസ്ദക്കാണ്. ഹിജായിയായ കവിതകൾ ഏറ്റവും ബെസ്റ്റ് ജരീറിന്റേതാണ്. പിന്നെ നമ്മൾ ഇനി അബ്ബാസി കാലഘട്ടത്തിലേക്ക് വന്നാൽ ഒരുപാട് ആളുകളുണ്ട്. ബഷാർ ബുർദ് ഉണ്ട്, അബൂ നവാസ് ഉണ്ട്, അബൂ തമ്മാം ഉണ്ട്, ബുഖ്തുരി, മുത്തനബ്ബി, ഇബ്നു റുമി, മഅരി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ അബ്ബാസി പീരീഡിലുണ്ട്. ഈ രചനകൾ കൂടുതൽ സിസ്റ്റമാറ്റിക് ആവുകയും ഫൽസഫത്തുൽ യൂനാനിയൊക്കെ അറബി ഭാഷയിലേക്ക് കടന്നു വന്നതൊക്കെ ഈ അബ്ബാസി പീരീഡിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നല്ല രചനകള്, ബലാഗിയായ രചനകളൊക്കെ കൂടുതൽ വന്നൊരു കാലം കൂടിയാണ് ഈ അബ്ബാസി പീരീഡ്. നഖദിന്റെ ബേസിക് ആയ ഒരു ഫോർമാറ്റ് കൂടി ഡെവലപ്പ് ആയത് ഈ അബ്ബാസി പീരീഡിലാണ്. അപ്പൊ അതിന്റെ റئീസായിട്ട് അറിയപ്പെടുന്ന ആളാണ് ബഷാർ ബിൻ ബുർദ്. അദ്ദേഹം ഒരു ഈ ബഷാർ ബിൻ ബുർദിന്റെ ഒരു കഥ പറയുന്നുള്ളത് ഇങ്ങനെയാണ്. ബഷാർ ബിൻ ബുർദ് ഈ ജരീർ അല്ല ഹിജായിയായ കവിത നടത്തുന്ന ആളാണല്ലോ. അപ്പൊ ജരീറിന്റെ ഹിജാബ് ഭയങ്കര ഫേമസ് ആവും, ജരീറിന്റെ കവിതകളൊക്കെ വളരെ ഫേമസ് ആവും. അപ്പൊ ജരീറിന്റെ ഹിജാബ് കിട്ടാൻ വേണ്ടിയിട്ട് ജരീറിന്റെ മുമ്പിൽ പോയിട്ട് ജരീറിനെ ഹിജാബ് ചെയ്തു. പക്ഷെ ജരീർ ഇയാളെ ബഷാർ ബിൻ ബുർദിനെ മെയിൻറ്റ് ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ് ലൗ ഹജാനി, ജരീർ എങ്ങനെയെങ്കിലും എന്നെ ഹിജാബ് ചെയ്തിരുന്നുവെങ്കിൽ ലകുൻതു അഷ്അറൻ നാസി എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം ഈ അബ്ബാസി കാലഘട്ടത്തില്, ജാഹിലിയ കാലഘട്ടത്തിൽ ഇംറുൽ ഖൈസിന്റെ റئീസായിട്ട് അറിയപ്പെടുന്നത് പോലെ, അമീർ ആയിട്ട് അറിയപ്പെടുന്നത് പോലെ, അബ്ബാസി പീരീഡിലുള്ള പ്രധാനപ്പെട്ട ഒരു റئീസായിട്ട് അറിയപ്പെടുന്ന ആളാണ് ബഷാർ ബിൻ ബുർദ്. അപ്പൊ ഇവരെ ഈ കമ്പയർ ചെയ്യുന്ന മൂന്ന് പേരായിട്ടാണ്. ഒന്ന്, ജാഹിലിയ കാലഘട്ടത്തിൽ ഇംറുൽ ഖൈസ് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യമാണ് ഈ മൗലവികൾ അല്ലെങ്കിൽ അബ്ബാസി പീരീഡിലുള്ള ബഷാറിന്റെ പ്രാധാന്യം. അത് തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ബാറൂദിയുടെ പ്രാധാന്യം. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ആ ഒരു കവിതയുടെ സ്റ്റാർട്ടിങ്ങിന്, അതിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു നാന്ദി കുറിച്ച അല്ലെങ്കിൽ തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ആളുകളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ജാഹിലിയ കാലത്തിലെ ഇംറുൽ ഖൈസ്, അബ്ബാസിയിലുള്ള ബഷാർ, അതേപോലെ മുഹദ്ദിസീങ്ങൾ ആധുനിക കവിതകളിലുള്ള ബാറൂദി ഒരേ കാറ്റഗറിയിലാണ്. പിന്നെ അബൂ നവാസ് ഉണ്ട്. അബൂ നവാസിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപാട് സാഹിതീയപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കവിതകളാണ്. പക്ഷെ അദ്ദേഹം ഈ ഹംബ്രിയായ കവിതകൾ അല്ലെങ്കിൽ ഹംബ്ര് കുടിച്ചുകൊണ്ടാണ് കവിത എഴുതാറുള്ളത്. അതുകൊണ്ട് പല ആളുകളും പല സ്കോളേഴ്സുകളും അദ്ദേഹത്തിന്റെ കവിതകൾ സ്വീകരിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ഷാഫി ഇമാം വരെ പറഞ്ഞിട്ടുണ്ട്, അബൂ നവാസിന്റെ മുജൂൻ, ഈ ഹംബ്രി ഈ കുടിക്കുന്ന ആ ഒരു അവസ്ഥ ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഇൽമു സ്വീകരിക്കാൻ പോലും ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാണ്.
അതേപോലെ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ തലബൽ അദബ ഫലം യർവി ഷഅറ അബി നുവാസ് ഫലൈസ ബി താമിൽ അദബി. സാഹിത്യം പഠിക്കുന്നു, അബൂനുവാസിനെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സാഹിത്യം. അതേപോലെ ഈ അബൂനുവാസിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി ഇതാണ്, അബൂനുവാസ് എന്നുള്ളത് ഫക്കീഹാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഹംറും ഈ ഫിഖീന്റെ അപ്പുറത്ത് ഷെയർ ഉണ്ടായത് കൊണ്ട് ഫിഖിനെ ഷെയർ പിന്നെ അടുത്ത ആള് അബൂ തമ്മാമാണ്. ഹമാസ് എഴുതിയ ഈ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ഹമാസിയാണ്, അതിന്റെ ഓതറാണ്. അദ്ദേഹത്തിന് ഇന്നും ഒരുപാട് രചനകൾ ഉണ്ട്. പിന്നെ മുഖ്താർ അഷാൽ ഖബായിൽ നഖായത് ജരീർ വഖ്തലൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ദീവാൻ ഹമാസൊക്കെ 10 ബാബുകളാണ്. ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ ഒരു ഓർഡറിംഗ് ആണ് അതിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ മുത്തനബി ഉണ്ട്. മുത്തനബിനെ കുറിച്ച് പറയാറുള്ളത്, ലൗകാന ഷിഅറു റജുലൻ, ഷിഅറിന് ഒരു രൂപമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുത്തനബി തന്നെയാണ്. കയ്യും കാലം വെച്ചാലും മുത്തനബി ആണ് എന്ന് പറയില്ല, അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു മുമ്പ് വന്നൊരു ചോദ്യം ഉണ്ടത്, ഹുവ ഷായിറു അല്ലദീ ഖതലഹു ഷിഅറുഹു, അദ്ദേഹത്തിന്റെ കവിതയാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് വെച്ചാൽ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു മദ്ഹിയായ സെൽഫ് മദ്ഹിലുള്ള ഒരു കവിതയുണ്ട്, മറ്റേ അസൈഫു അൽ ബഹറു താരിഫുനി, എല്ലാവരും എന്നെ അറിയും, ഞാൻ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്ന, ഞാൻ ഭയങ്കര ധീരനാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആക്രമിക്കാൻ വരികയും, അപ്പൊ ഇദ്ദേഹം ഓടുന്ന സമയത്ത് തന്റെ കൂടെയുള്ള ആളുകൾ പറയാണ്, നിങ്ങൾ എന്തിനാ ഓടുന്നത്, നിങ്ങൾ അങ്ങനത്തെ ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതില് ലജ്ജിക്കുകയും അവിടെ തന്നെ നിൽക്കുകയും അത് കാരണമായിട്ട് ആളുകൾ ഇയാളെ പിടിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യാണ്. അപ്പൊ അതാണ് ഹുവ ഷായറു അല്ലദീ ഖതലഹു ഷിഅറുഹു എന്ന് പറഞ്ഞാല്. പിന്നെ വളരെ റിപ്പീറ്റഡ് ആയി വന്നൊരു സാധനമാണ് ഇത്, അബൂ തമ്മാം അൽ മുത്തനബി ഹക്കീമാനി. ഈ കാലഘട്ടം നമ്മള് ഈ അമവി കാലഘട്ടത്തിലെ അഖ്തർ, ജരീർ, ഫറസ്ദഖ്, ഈ 3 പേര് ഈ അമവി കാലഘട്ടത്തിലെ കവിത്രയങ്ങളാണ്. അതുപോലെ അബ്ബാസി പീരിയഡിലെ കവിത്രയങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളുകളാണ് മുത്തനബി, അബൂ തമാം, ബുഖ്തരി. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ആരാണ് ബെസ്റ്റ് എന്നുള്ളത് ഒരുപാട് സാഹിത്യകാരന്മാർക്ക് ഉദബാക്കളുടെ ചർച്ചയാണ്. അപ്പൊ അതില് ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്, അബൂ തമാം മുത്തനബിയും ഹിക്മത്തിന്റെ കവിതകൾ ഉഷാറാണ്, പക്ഷെ അഷായിർ എന്ന് പറയുന്നത് മുത്തനബിയാണ്, ബുഖ്തരിയാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. പിന്നെ ബുഖ്തരിയെ കുറിച്ചുള്ള ഒരു പോയിന്റ്, ഒലിദ ഫക്കീർ നമാത്ത ഖനിയൻ, ഈ മത് ചെയ്ത് ഖുലഫാക്കളൊക്കെ നിന്നൊക്കെ പൈസ ഒക്കെ വാങ്ങി വലിയ പണക്കാരനായി മരണപ്പെടുന്ന സമയത്ത്. പിന്നെ ഇബ്നുൽ മുഅ്തസ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ലൈസലിൽ അറബിയ സീനിയ മിസ്ലഹ, ഇദ്ദേഹത്തിന്റെ സീനിയായ കവിതകളെ പോലെ ബെസ്റ്റായ സീനിയായ കവിതകൾ അറബി ഭാഷയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അബൂ തമാമിന്റെ ഒരു വാക്കുണ്ട്, അന്ത വല്ലാഹി അമീർ ഷുറ മീൻ ബാദി, എന്റെ ശേഷം ഏറ്റവും ബെസ്റ്റ് കവി, എന്റെ ശേഷം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ശേഷം ഏറ്റവും ബെസ്റ്റ് കവി നിങ്ങൾ തന്നെയാണ് എന്നാണ് അബൂ തമാമ് ബുഖ്തരിയെ സർട്ടിഫൈ ചെയ്തത്. പിന്നെ അബുൽ അലാഉൽ മഹരി ഉണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റഹീനുൽ മഹ്ബിസൈൻ, 2 ജയിലിനിടയിൽ ബന്ധിക്കപ്പെട്ട ആള്. 2 ജയിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് അദ്ദേഹം എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏകാന്തവാസം ചെയ്യുന്ന ആളായിരുന്നു, അതുകൊണ്ട് ഒരു ഹബ്സ്. മറ്റൊന്ന് അദ്ദേഹം കാഴ്ചയില്ല, അപ്പൊ അതുകൊണ്ടാണ് റഹീനുൽ മഹ്ബിസൈൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം വന്നത് ഇതായിരുന്നു, ഈ ബൈത്ത് കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്, ഹാദാ ജനാഹു അബി അലയ്യ ഒമാ ജനയിത്തു അല അഹദീൻ, മരിക്കുന്നതിന്റെ മുമ്പ് തന്റെ ഖബറിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്ത വരികളാണിത്. അപ്പൊ ഇത് ആരുടെ വരികളാണ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഈ അബുൽ അലാ അൽ മഹരിയുടെ ഒരു വരിയാണ്, ഇത് എന്റെ പിതാവ് ചെയ്ത പാപത്തിന്റെ പ്രതിഫലമാണ് ഞാൻ, അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടില്ല, ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഈ കവിതയുടെ ആശയം. പിന്നെ ഉള്ളത് ഇബ്നു റൂമിയാണ്. ഇബ്നു റൂമി, മർസുബാനി ഇബ്നു എന്ന് പറഞ്ഞ ആള് ഇബ്നു റൂമിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ അലമു അന്നഹു മദ്ദഹ അഹദൻ മിൻ റഈസിൻ ഇല്ലാ വആദ ഇലൈഹി ഫാജാഹു, ഒരാള് മദ് ചെയ്തിട്ടില്ല, ഇനി ആരെങ്കിലും അറിയാതെ മദ് ചെയ്താല് പിന്നെ പോയിട്ട് അയാളെ ഹിജായ് ചെയ്യും. അപ്പൊ അങ്ങനെ ഹിജായിയായ കവിതകൾ പ്രശസ്തനായ ഒരാളാണ് ഇബ്നു റൂമി. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് അബ്ബാസി പീരീഡിൽ ഉള്ളത്. പിന്നെ അതിന്റെ ഇടയിലുള്ള ഒരുപാട് കാലഘട്ടത്തിൽ അത്ര ഫേമസ് അല്ലാത്തൊരു പീരീഡ് ഉണ്ട്. പിന്നെയാണ് ഈ 18ാം നൂറ്റാണ്ടിൽ ഈ അറബി ഭാഷ കുറച്ചും കൂടി ഉണർവിലേക്ക് വരികയും അന്ന് ഒരുപാട് നവോത്ഥാന ടീമുകളും മദ്രസകളും അതേപോലെ ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനരുജ്ജീവനം കൊടുത്ത ആളാണ് സാമി അൽ ബാറൂദി.
നേരത്തെ പറഞ്ഞല്ലോ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇംറുൽ ഖൈസിനെ പോലെ, അല്ലെങ്കിൽ അബ്ബാസി പീരീഡിലെ ബഷാർ ബിൻ ബുർദിനെ പോലെ ഫേമസ് ആയ ആളാണ് മുഹദ്ദിസുകൾ ആധുനിക കാലഘട്ടത്തിലുള്ള സാമി അൽ ബാറൂദി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ലഖബ് റായിദു ഷിറുൽ അറബിൽ ഹദീസ് എന്നാണ്. അതേപോലെ ഫാരിസു സൈഫി വൽ കലം എന്നൊക്കെ, റബ്ബു സൈഫി വൽ കലം എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് സാമി അൽ ബാറൂദി. ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. മിനിസ്റ്റർ ആയിട്ടുണ്ട്, റയീസുൽ വുസറ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട് മിസ്രില്. അതിനു മുമ്പൊക്കെ ഈ മിസ്രിൽ ഒരു വിപ്ലവം നടക്കുകയും ആ വിപ്ലവത്തിന് ശേഷം അവിടുത്തെ മജ്‌ലിസിന് പാർലമെന്ററി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മിനിസ്റ്ററൊക്കെയാണ് ഈ സാമി അൽ ബാറൂദി. ഇദ്ദേഹത്തിന് മദ്ഹിൽ പ്രശസ്തമായ ഒരു രചനയുണ്ട്. ആ രചനയാണ് കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു രചന. പിന്നെ ഉള്ളത് ഹാഫിദ് ഇബ്രാഹിം ആണ്. ഹാഫിദ് ഇബ്രാഹിമും മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമാൻഡിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ സുഡാനിൽ ഈ ഈജിപ്ഷ്യൻ പോരാട്ടത്തിൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് മിലിറ്ററിന്റെ കൂടെ അയച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം സ്വന്തം കവിതകളെ കുറിച്ച് പറഞ്ഞൊരു പ്രശസ്തമായ വാചകമുണ്ട്. ലാ യതീബുലി നളുമ ശഅരി ഇല്ലാ ഇദാ കുന്തു മഹ്സൂനൻ. എനിക്ക് ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ദുഃഖം എന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്റെ പേനയിൽ നിന്ന് കവിതകൾ വരികയുള്ളൂ. അതാണ് അദ്ദേഹത്തെ കുറിച്ച് ആ ഒരു ഇദ്ദേഹം സ്വന്തം കവിതയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം. പിന്നെ അൽ മൂജസ് ഫി ഇൽമിൽ ഇഖ്തിസാദ് എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വർക്ക് ഉണ്ട്. പ്രശസ്തമായ കാരണം മറ്റു പ്രശസ്തനായ ഒരാളുടെ കൂടെ എഴുതി എന്നുള്ളതാണ്. ഖലീൽ മത്രാന്റെ കൂടെ, ഖലീൽ മുത്രാൻ എന്ന് പറയാറുണ്ട്, ഖലീൽ മുത്രാന്റെ കൂടെ ഈ ഹാഫിദ് ഇബ്രാഹിം രണ്ടുപേരും കൂടിയിട്ട് എഴുതിയ ഒരു വർക്കാണ്. എഴുതിയ വർക്കല്ല, ശരിക്കും ഇത് ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു വർക്കാണ്. അത് അറബി ഭാഷയിലേക്ക് ആക്കിയത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ്. പിന്നെ ഉള്ളത് അഹമ്മദ് ഷൗക്കയാണ്. ഇദ്ദേഹം ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. അതേപോലെ ഈ ഷെയറു തംസീലിയുടെ ഇതാണ് ഷെയറു തംസീല എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്ററിക്കലായ കാര്യങ്ങളൊക്കെ ഒരു കവിതാ രൂപത്തിലേക്ക് എഴുതുന്ന ഒരു മെത്തേഡാണ് ഷെയറു തംസീലി, അല്ലെങ്കിൽ ഷെയറു താരിഖിയ എന്നൊക്കെ പറയും. ആ ഒരു മെത്തേഡ് ഈ ഭാഷയിലേക്ക് അറബി ഭാഷയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ കൂടിയാണ് അഹമ്മദ് ഷൗക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അമീർ ഷുഅറാ ഫിൽ അസ്റുൽ ഹദീസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇത് റായിദീങ്ങളാണ്. റായിദുൽ ഖിസാൽ കസീറ, ഷോർട്ട് സ്റ്റോറിയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന ആള് യൂസുഫ് ഇദ്രീസ് ആണ്. റായിദ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആളായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത ആളിനെ മുഅസ്സിസ് എന്നാ വിളിക്കുക. അപ്പൊ ഇവിടെ മുഅസ്സിസുൽ ഖിസാൽ കസീറ മഹ്മൂദ് തൈമൂർ ആണ്. അൽ ഖിത്താർ എന്ന് പറയുന്ന ആദ്യത്തെ അറബിയിലെ ഈ കഥ രചന മഹ്മൂദ് തൈമൂർ നടത്തി. അതുകൊണ്ട് അദ്ദേഹം മുഅസ്സിസ് ആയത്. പക്ഷെ അതിൽ ഏറ്റവും അറബി ഭാഷയിൽ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളൊക്കെ വന്നിട്ടുള്ളത് യൂസുഫ് ഇദ്രീസിന്റെ ഭാഗത്തായതുകൊണ്ടാണ് അദ്ദേഹത്തെ റായിദായിട്ട് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ റായിദ് റിവായ അൽ അറബിയ, അറബി ഭാഷയിലെ റായിദായിട്ട്, നോവലിന്റെ റായിദായിട്ട് അറിയപ്പെടുന്ന ആൾ നജീബ് മഹ്ഫൂസ് ആണ്. പക്ഷെ മുഅസ്സിസ് അദ്ദേഹമല്ല. മുഅസ്സിസ് ഹുസൈൻ ഹൈക്കലിന്റെ സൈനബ് എന്ന് പറയുന്ന വർക്കാണ് ആദ്യത്തെ അറബിയിലെ നോവല്. ഓക്കെ. പിന്നെ റായിദ് റിവായ താരിഖിയ, ഹിസ്റ്റോറിക്കൽ നോവലിന്റെ റായിദ് ജോർജി സൈദാനാണ്. പിന്നെ റായിദുൽ മസ്റഹിയ അൽ അറബിയ, നോക്കൂ ഇവിടെ റായിദ് മസ്റഹിയ അൽ അറബിയ, അറബിക് ഡ്രാമയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന ആള് തൗഫീഖുൽ ഹക്കീമാണ്. ആദ്യത്തെ ഡ്രാമ മാറൂൻ നക്കാഷ് ആണ് എഴുതിയിട്ടുള്ളത്. മാറൂൻ നക്കാഷിന്റെ ഡ്രാമയാണ്. അദ്ദേഹമാണ് മുഅസ്സിസ്. റായിദാണ് തൗഫീഖുൽ ഹക്കീം. പിന്നെ റായിദു ഷിറുൽ ഹദീസ്, ആധുനിക അറബി ഭാഷയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന ആള് അഹമ്മദ് ഷൗക്കയാണ്. അതിന്റെ മുഅസ്സിസ് സാമി അൽ ബാറൂദിയാണ്. പിന്നെ ഖലീൽ മുത്ര ഉണ്ട്. അദ്ദേഹമാണ് റൊമാൻറ്റിസിസം, അറബി ഭാഷയിലെ പുതിയ ട്രെൻഡുകളുണ്ട്, അതിലെ റൊമാൻറ്റിസം എന്ന് പറയുന്ന ഏരിയയിലെ രചനകൾ നടത്തി അതിന്റെ ഫാദറായിട്ട് റായിദു ഷിർ റൊമാൻസിയ ഫിൽ അസുൽ ഹദീസ് എന്നറിയപ്പെടുന്ന ആളാണ് ഖലീൽ മുത്രാന്. ഫിൽ അസുൽ ഹദീസ് മാത്രമേ റൊമാൻസി ഉള്ളൂ, അതിന് മുമ്പ് അതില്ല. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ഷായൽ ഖുത്രൈൻ എന്നാണ്. ലബനാനിൽ ജനിക്കുകയും മിസ്രിൽ ബാക്കിയുള്ള കാലങ്ങളൊക്കെ ജീവിച്ചത് കൊണ്ടാണ് ഷായൽ ഖുത്രൈൻ അറിയപ്പെടുന്നത്. പിന്നെ ഈ നമ്മളിപ്പോ അമവി കാലഘട്ടത്തിലെ കവിത്രയങ്ങൾ പരിചയപ്പെട്ടത് അഖ്തർ, ജരീർ, ഫറസ്ദക്ക്. അബ്ബാസി കാലഘട്ടത്തിലെ കവിത്രയങ്ങള് അബൂ തമാം, മുത്തനബി, ബുഖ്തുരി അല്ലെ. അപ്പൊ അതുപോലെ ആധുനിക കാലഘട്ടത്തിലെ കവിത്രയങ്ങളായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഹാഫിദ് ഇബ്രാഹിം, അതേപോലെ ഖലീൽ മുത്രാൻ, ഷൗക്കി, അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മുത്രാൻ. അപ്പൊ അതിൽ ഈ അവിടുത്തെ അമവി കാലഘട്ടത്തിലെ അഖ്തലുമായി കമ്പയർ ചെയ്യുന്ന അഖ്തലിന്റെ അതേപോലെ എന്നറിയപ്പെടുന്ന അഖ്തലു അസുൽ ഹദീസ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ ഖലീൽ മുത്രാൻ. ഓക്കെ. പിന്നെ ഇവർ മൻഫലൂത്ത് എന്ന് പറയുന്ന പ്രശസ്ത മക്കാല റൈറ്ററായ, ആധുനിക റൈറ്ററായ അദ്ദേഹം ഖലീൽ മുത്രാനെ വിശേഷിപ്പിച്ചത് ഇബ്നു റൂമിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്.
പിന്നെ നാസുക്കുൽ മലായിക്ക പ്രധാനപ്പെട്ട ഒരു കവിയാണ്. 10-ാം വയസ്സിൽ തന്നെ കവിത എഴുതിയ ആധുനിക കവിയത്രികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ കസീദ അന വഹീദ എന്ന് പറയുന്ന കസീദയാണ്. തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം രചിച്ച കവിതയാണ്. പിന്നെ നാസുക്കുൽ മലായിക്ക വിളിക്കാറുള്ളത് ഹൻസാവുൽ കർണുൽ ഇഷ്രീൻ, 20-ാം നൂറ്റാണ്ടിന്റെ ഹൻസായി എന്നാണ്. അതിന്റെ കാരണം ഈ റിസായിയായ കവിതകൾ, അനവഹീദ പറഞ്ഞല്ലോ, അനവഹീദ എന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ ശേഷം എഴുതുക. അപ്പൊ ഈ റിസായിയായ കവിതകളാണ് ഹൻസായിന് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ റിസായിയായ അനുശോചക കാവ്യങ്ങള്, അനുശോചക ഖണ്ഡശകളൊക്കെ കൂടുതലുള്ള ആളായതുകൊണ്ടാണ് നാസുക്കുൽ മലായിക്കയെ ഹൻസാ എന്ന് വിളിക്കാൻ കാരണം. പിന്നെ മഹ്മൂദ് ദർവേഷ് ഉണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരുപാട് ഭാഷാന്തരം ചെയ്യപ്പെട്ട മലയാളത്തിലൊക്കെ ഇതിലൊക്കെ വരലാറുണ്ട്. അപ്പൊ കർമ്മൽ എന്ന് പറയുന്ന മാഗസിന്റെ ഫൗണ്ടറാണ്. 1881 സ്ഥാപിച്ചതാണ് അദ്ദേഹം. ഈ റംസിയ സിംബോളിസം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, മോഡേൺ ട്രെൻഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വക്താക്കൾ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ്. യാസിർ അറഫാത്തിന്റെ ചീഫ് കൺസൾട്ടന്റുകൾപ്പെട്ട ഒരാൾ കൂടിയാണ്. പിന്നെ ഇദ്ദേഹത്തെ ഈ ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ ഫലസ്തീൻ അനുകൂലിക്കുകയും ഇസ്രായേൽ വിരുദ്ധ കവിതകളൊക്കെ എഴുതുകയും ഒക്കെ ചെയ്ത കാരണമായിട്ട്, ഈ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്ത കാരണമായിട്ട് ഒരുപാട് തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട് കടത്തി. അവിടെ നിന്നും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളൊക്കെ തുടർന്നു. അങ്ങനെ മൊത്തം അദ്ദേഹത്തിന്റെ കവിതകൾ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിത്താക്ക ഹുവിയ പോലെയുള്ള ഫലസ്തീനുമായി ബന്ധപ്പെട്ട കവിതകളായിരിക്കും അദ്ദേഹത്തിന് കൂടുതലുണ്ടാവുക. പിന്നെ നെസർ ഉണ്ട്. നെസർ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് ജാഹിലിയ കാലഘട്ടം മുതലേ തുടങ്ങുന്ന ഒരു ഏരിയയാണ്. അത് റിസാലകളുണ്ട്, മക്കാമാത്തുകളുണ്ട്, ഖുതാബത്തുകളുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നഖ്ദ് വരുന്നുണ്ട്. പിന്നെ റിവായകൾ അതിൽ വരുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ കിസ്സകള് ഒക്കെ അതിൽ, മസ്രഹിയൊക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ, അതില് കുറച്ച് എല്ലാം പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഖിതാബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, പണ്ടത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 2 ആളുകളെയാണ് എന്നും നോട്ട് ചെയ്യുന്നത്, എന്നും ചോദിക്കുന്നത്. ഒന്ന് ഖുസ്ബുൻ സായിദ് അൽ ഇയാദിയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. ഇദ്ദേഹത്തെ കുറിച്ച് കുറെ തവണ വന്ന 3 പോയിന്റാണ് ഇത്. ആദ്യമായിട്ട് അമ്മാബാദ് എന്ന പ്രസംഗത്തിൽ ഉപയോഗിച്ച ആള് ഇയാളാണ്, ഖുസ്ബുൻ സായിദ് അൽ ഇയാദി. പിന്നെ ഒന്ന്, പ്രസംഗിക്കുന്ന സമയത്ത് വാള് അല്ലെങ്കിൽ ഇത്തക്ക അല സൈഫിൻ, വാള് പിടിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ്. പിന്നെ മിൻ ഫുലാൻ ഇലാ ഫുലാനിൻ, ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ ഫ്രം ടു എഴുതില്ല, ആ ഒരു മെത്തേഡ് അറബി ഭാഷയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളും ഖുസ്ബുൻ സായിദ് അൽ ഇയാദിയാണ്. പിന്നെ മറ്റൊരു പ്രശസ്തനായ ഹിക്മത്തിലും ഖിതാബത്തിലും രണ്ടിലും കൂടി വളരെ പ്രശസ്തനായ ഒരാളാണ് അക്സം ബിൻ സൈഫി എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തെ ഹക്കീമുൽ അറബി അല്ലെങ്കിൽ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഹിക്മത്തുകളാണ്. ഇദ്ദേഹത്തിന്റെ ഖുത്ബകളെക്കാൾ കൂടുതൽ പ്രശസ്തമായത് അദ്ദേഹത്തിന്റെ ഹിക്മത്തുകളാണ്. പ്രധാനപ്പെട്ട 2-3 ഹിക്മത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അൽ ഖറാബത്തു തഹ്താജു ഇലാ മവദ്ദ, മവദ്ദത്തുൻ ലാ തഹ്താജു ഇലാ ഖറാബ. ഖറാബത്ത് അടുപ്പം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മവദ്ദത്ത് വേണം. പക്ഷെ മവദ്ദത്ത് ഖറാബത്തിലേക്ക് ആവശ്യമുള്ള ഒരു സംഗതിയല്ല. തബാഅദു ഫിദ്ദാരി തഖാറബു ഫിൽ മവദ്ദ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് എപ്പോഴും ഇങ്ങനെ കണ്ടുമുട്ടലും മീറ്റിങ്ങും അല്ലെങ്കിൽ നടത്താൻ പാടില്ല. വീട്ടിൽ നിന്ന് വിദൂരമായി പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വില കൂടും, സ്നേഹം കൂടും. എപ്പോഴും ഇങ്ങനെ പോയാൽ വില ഉണ്ടാവില്ല. പിന്നെ റിളന്നാസി വായത്തുല്ലാത്ത തിരിക്കും, എല്ലാവരും തൃപ്തിപ്പെടുത്താന്നുള്ളത് അസംഭവമായ ഒരു കാര്യമാണ്. അദ്ദാലു അല ഹൈരിൻ കഫായിൽ, ഇത് പലപ്പോഴും പലയിടത്തും നിങ്ങൾ കാണുന്നതാണ്, മെസ്സേജിന്റെ അടിയിലൊക്കെ ഉണ്ടാവും. അത് ഇദ്ദേഹത്തിന്റെ ശരിക്ക് ഒരു ഹിക്മത്ത്, അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ്. ഒരു കാര്യത്തിന്റെ മേൽ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ചെയ്യുന്നത് പോലെയാണ്. ഇൻഫോർമർക്ക് അതിന്റെ ഡൂവറുടെ ആ ഒരു പ്രതിഫലം ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഹിക്മത്തുകൾപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അലി റളിയല്ലാഹു ഉണ്ട്. ഇദ്ദേഹത്തിന്റെയും ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിൽപ്പെട്ട 3 അന്നാസു ആദാ ഉൻ അലാ ജഹ്ലിഹി ഇൻ കാനൽ ഫഖറു റജുലൻ ലഖതലഹു ഹലകംബ്റുൻ ലാ യഅരിഫു ഖദ്റുഹു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള്. പിന്നെ സിയാദ് ബിൻ അബീഹി ഒരു പ്രശസ്തനായ പ്രഭാഷകനാണ്. ഖുത്ബത്തുൽ ബത്രാ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അറിയപ്പെടുക. ബത്രാ എന്ന് പറഞ്ഞാൽ ബിസ്മി ഹംദൊന്നും ഇല്ലാത്ത പ്രസംഗത്തിനാണ് ഖുത്ബത്തുൽ ബത്രാ എന്ന് പറയാം. ആ പ്രസംഗമാണ് ഇത്. അമ്മാ ബാദു ഇന്ന ജഹാലത്തൽ ജഹല യോദലാലത്തൽ അമ്യ എന്ന് പറയുന്ന തുടങ്ങുന്ന പ്രസംഗമാണ് സിയാദ് ബിൻ അബീഹിയുടെ പ്രശസ്തമായ പ്രഭാഷണം. അദ്ദേഹം പൊളിറ്റീഷ്യൻ, വാലി കൂടിയായിരുന്നു. ബസ്രയുടെയും കൂഫയുടെയും രണ്ടിന്റെയും വാലിയായ ആളാണ്. പിന്നെ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി എന്ന് പറഞ്ഞ പ്രശസ്തനായ അമവി കാലഘട്ടത്തിലുള്ള ഒരു ഖലീഫ കൂടിയാണ്. അദ്ദേഹം ആദ്യം അബ്ദുൽ മലിക് ബിൻ മർവാന്റെ സൈന്യത്തിൽ അംഗമെടുക്കുകയും പിന്നീട് തന്റെ നല്ല ഡീലിംഗ് കാരണം മിലിറ്ററിയുടെ നേതാവാകുകയും പിന്നീട് സ്വയം ഖലീഫ തലത്തിലേക്ക് മാറുകയും ചെയ്ത ആളാണ്. മാലിക് ബിൻ ദിനാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മാറായത്തു അഹദൻ അബിയന മിൽ ഹജ്ജാജ്, അത്രക്ക് ക്രൂരത നടത്തിയ ആളാണ്. അബിയ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത ആളായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലും പരിചയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട്.
അതിലൊന്നാണ് ഇന്നി ലാറ റൂസൻ കത് ആയിനകത്ത് വഹാന കിതാഫ എന്നുള്ള പ്രസംഗമൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രസംഗങ്ങളിൽ ഒന്നാണ്. പിന്നെ ഒരു പ്രഭാഷകനാണ് താരിഖ് ബിൻ സിയാദ്. മൂസ ബിൻ ഉസൈറിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നെ അന്തലൂസ് ഹിജ്റ 92 കീഴടക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ ലീഡറാക്കി. അങ്ങനെ അവിടെ അദ്ദേഹം പ്രഭാഷണം നടത്തി. അത് കേട്ട ആളുകൾ ഇൻഫ്ലുവൻസ് ആയി. യുദ്ധം ജയിച്ചു, കീഴടക്കി എന്നൊക്കെയാണ് ചരിത്രമുള്ളത്. അൽ ബഹറു അമാമക്കും വൽ അദു വറാഅക്കും എന്നുള്ള സോറി അൽ അദു അമാമക്കും വൽ ബഹറു വറാഅക്കും എന്നുള്ള പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പ്രഭാഷണമാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇൽമുൽ ബലാഗയുടെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഇൽമുൽ ബലാഗയില് ഈ ഒരു ഏരിയകൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇതിന്റെ ഒരു പ്രധാനം എന്താണെന്ന് വെച്ചാല് ഈ ഈ ഏരിയ ഇൽമുൽ ബയാനിൽ എന്തൊക്കെ വരും, ഇൽമുൽ മആനിൽ എന്തൊക്കെ വരും, ഇൽമുൽ ബദീൽ എന്തൊക്കെ വരും. അപ്പൊ ചില ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, മുമ്പ് പഴയ ചോദ്യമാണ്. എന്ന് വെച്ചാല് ഇൽമുൽ മആനിയിൽ പെടാത്ത ഭാഗം ഏതാണ്? അതിൽ ഈ ഇൽമുൽ ബദീൽ 2 സാധനങ്ങളും ബയാനിലെ 2 സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഇൽമുൽ ബയാനിൽ കാര്യമായിട്ട് വരുന്ന ഏരിയകള്, അതേപോലെ ഇൽമുൽ മആനിൽ കാര്യമായിട്ട് വരുന്ന ഏരിയകള്, ഇൽമുൽ ബദീൽ കാര്യമായിട്ട് വരുന്ന ഏരിയകള് നോട്ട് ചെയ്ത് വെക്കുക. ഇൽമുൽ ബയാൽ തഷ്ബീഹ്, ഇസ്തിയാറത്ത്, മജാസ്, കിനായത്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്റെയൊക്കെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ഇൽമുൽ മആനിയിൽ വരുന്നത് ഖബർ, ഇൻഷാ, ജുംലകള്, കസ്ർ, ഫസ്ല്, വസ്ല്, ഈജാസ്, ഇത്നാബ്, മുസാവ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇൽമുൽ ബദീ 2 ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. മുഹ്സനാത്തുൽ ലഫ്ലി ഉണ്ട്. ലഫ്ദിൽ ഭംഗി കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണ് മുഹ്സനാത്തുൽ ലഫ്ലിയിൽ പെടുക. അതേപോലെ മാനയിൽ ഭംഗി കൂട്ടാൻ വരുന്ന ആശയത്തില് ഭംഗി ആലങ്കാരികമായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് മുഹ്സനാത്തുൽ മാനവിയ. ഇപ്പൊ ലഫ്ലിയിൽ ഒരാൾ ജിനാസ്, ഇക്തിവാസ്, സജീവം തുടങ്ങിയ കാര്യങ്ങൾ, അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മാനവിയിലാണ് തൗരിയത്ത്, തിബാക്ക്, മുഖാബലൊക്കെ വരിക. അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവാം. ഓക്കെ. അതിനു മുമ്പ് ഈ ബലാഗിയായ ഇതിൽ പ്രധാനപ്പെട്ട രചനകൾ നടത്തിയ ആളുകളുടെ ലിസ്റ്റാണ്. ബലാഗിയായ രചനകൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് അൽ ബയാൻ വ തബീനിന്റെ ഒരു ഭാഗത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ജാഹിലിന്റെ രചനയാണ്. പിന്നെ ഇബുൽ ബദീന്റെ ഫൗണ്ടറായിട്ടും ബദിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ ഫാദറായിട്ടൊക്കെ അറിയപ്പെടുന്ന ആൾ ഇബുൽ മുഅത്തസ് ആണ്. പിന്നെ ജമഖ്ശരിയാണ് തഫ്സീറുൽ കശാഫില് ഈ ഒരു ബലാഗിയായ രീതിയിലാണ്, ആ മെത്തഡോളജിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, തഫ്സീറുൽ കശാഫ്. പിന്നെ സഖാക്കിയുടെ മിഫ്താഹുൽ ഉലൂം ഇതിന്റെ ഒരു ഭാഗമാണ്. തഫ്താസാനിയുടെ മുഖ്തസറുൽ മആനി ഒക്കെ ബലാഗയിൽ വന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഈ ഒരു സെന്റൻസിന്റെ 4 തശ്ബീഹിന്റെ 4 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ അർക്കാനുകളുണ്ട്. എന്നുവെച്ചാൽ തശ്ബീഹ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു വസ്തുവിനാണോ കമ്പയർ ചെയ്യുന്നത് അത് വേണം, ഏതൊരു വസ്തുവുമായിട്ടാണോ കമ്പയർ ചെയ്യുക അതും ഉണ്ടാകണം. പിന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ ഉണ്ടാവും. പിന്നെ ഏത് വിഷയത്തിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് ഒന്നാമത്തതിനാണ് മുഷബ്ബഹ്. ആരായാണോ കമ്പയർ ചെയ്യുന്നത് അതാണ് മുഷബ്ബഹ്. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതാണ് മുഷബ്ബഹ് ബിഹി. ഈ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് അതാത് തശ്ബീഹ്. അതേപോലെ ഏത് വിഷയത്തിലാണ് ഈ തശ്ബീഹ് ചെയ്യുന്നത് അതാണ് വജ്ഹു ഷബഹ്. ഓക്കെ. ഇപ്പൊ ഇവിടെ സെയ്ദുൻ കൽ അസദി ഫി ഷജാഅത്തി എന്ന് പറയുമ്പോൾ സെയ്ദ് മുഷബ്ബഹും അസദ് മുഷബ്ബഹ് ബിഹിയും കാഫ് കാഫ് മിസ്ല ലൈക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഈ അദാത്ത് എന്ന് പറയാം. പിന്നെ ഏത് വിഷയത്തിലാണ്, ധീരതയുടെ വിഷയത്തിലാണ്, അതാണ് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസാക്കിയിട്ട് ഒരുപാട് മറ്റു ഇനങ്ങൾ കൂടി ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 തരത്തിലുള്ള ഇനങ്ങളുണ്ട്, അക്സാമുകൾ ഉണ്ടാവാം. ഒന്ന് തശ്ബീഹ് ബലീഗ് എന്ന് പറയും. തശ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാൽ അതില് ഈ വജ്ഹു ഷബഹും ഉണ്ടാവില്ല, അതേപോലെ അദാത്തും ഉണ്ടാവില്ല. ഉദാഹരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ റജുലുൻ കൽ അസദി ഫി ഷജാഅത്തി എന്നുള്ള ഉദാഹരണം, ആ ഉദാഹരണത്തിൽ അദാത്ത് കാഫിനെ ഒഴിവാക്കുക, അതേപോലെ വജ്ഹു ഷബഹായ ഷജാഅത്തിനെ ഒഴിവാക്കുക. അപ്പൊ എന്തായി? റജുലുൻ അസദുൻ, റജുൽ എന്ന് പറഞ്ഞാൽ അസദ് തന്നെയാണ് എന്ന് പറയുക. അപ്പൊ അദാത്തിനെയും വജ്ഹു ഷബഹും ഇല്ലാതെ പറയുന്നതിനാണ് ബലീഗ് എന്ന് പറയാം. ഇനി ചില ഘട്ടങ്ങളിൽ തശ്ബീഹ് മുഫസ്സൽ എന്ന് പറയും. മുഫസ്സൽ എന്ന് പറഞ്ഞാല് വജ്ഹു ഷബഹ് ഉള്ളതാണ്, അദാത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വജ്ഹു ഷബഹ് ഉണ്ടെങ്കിൽ മുഫസ്സൽ എന്ന് പറയും, വജ്ഹു ഷബഹ് ഇല്ലാത്തതാണെങ്കിൽ മുജ്മൽ എന്ന് പറയും. ഇനി അത് അദാത്ത് ഉള്ളതാണെങ്കിൽ മുർസൽ എന്ന് പറയും, അദാത്ത് ഇല്ലാത്തതാണെങ്കിൽ മുഅക്കദ് എന്ന് പറയാം. അപ്പൊ ഇത് ബേസാക്കിയിട്ട് പല തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് അദാത്ത് ഇല്ല, വജ്ഹു ഷബഹ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ പറയാറുള്ളത്, അത് മുഅക്കദ് മുജ്മൽ എന്നാണ്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് ഇല്ല, വജ്ഹു ഷബഹ് സോറി മുഅക്കദ് മുഫസ്സൽ, അദാത്ത് ഇല്ല, വജ്ഹു ഷബഹ് ഉണ്ട്. ഇനി നേരെ തിരിച്ചാവാം, അദാത്ത് ഉണ്ട്, വജ്ഹു ഷബഹ് ഇല്ല. അപ്പൊ എന്തായിരിക്കും? മുർസൽ മുജ്മൽ ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന്റെ ഇനങ്ങൾ മാറാറുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണം വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു തശ്ബീഹിന്റെ ഇനമുള്ള തശ്ബീഹ് തംസീലിയാണ്.
ഈ തംസീൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മോഡലാണ്, ഒരു രൂപമാണ്, ഒരു ഹൈഅത്താണ്, ഒരു ഒരു ഒറ്റ ഒന്നല്ല, വജുഷബ് ഒറ്റ ഒന്നായിട്ട് ഫിക്സ് ആവുന്നില്ല ഇവിടെ. ഇവിടെ ഒരു അവസ്ഥയാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഖുറാനികമായ വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മസലുല്ലദീന യുൻഫിഖൂന അമ്വാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അൻബതത്ത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ. നല്ല അമലുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ദീനിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്ന ആളുകൾ, ആ ഒരു ആളുകളെ വിശേഷിപ്പിക്കുകയാണ്, അവർ ഏതുപോലെയാണെന്ന് പറയാണ്. അപ്പൊ പണം ചെലവാക്കുമ്പോൾ ആ പണം കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാകുന്നു, അയാൾ മറ്റാളേക്ക് എന്തെങ്കിലും ചെയ്യുന്നു, അയാൾ പിന്നീട് വേറെ ആൾക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പ്രതിഫലം ഇങ്ങനെ ഇരട്ടിയായി ഇരട്ടിയായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയെ കമ്പയർ ചെയ്യാണ്. ഒരു ധാന്യം, ആ ധാന്യത്തിൽ നിന്ന് ഒരുപാട് മറ്റു ചെടികൾ ഉണ്ടാകുന്നു, ആ ചെടികളിൽ നിന്ന് വീണ്ടും ധാന്യങ്ങൾ ഉണ്ടാകുന്നു, ആ ധാന്യങ്ങൾ മൂലം വീണ്ടും ചെടികൾ ഉണ്ടാകുന്നു, ധാന്യങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയെയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ ഒരു പ്രത്യേകമായ ഫിക്സഡ് ആയ ഒരു സംഗതിയല്ല. അപ്പൊ ഇത്തരം തശ്ബീഹുകളെയാണ് തശ്ബീഹ് തംസീൽ എന്ന് വിളിക്കുക. പിന്നെ തശ്ബീഹു ലിംനി ഉണ്ട്. തശ്ബീഹു ലിംനി എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെയാണ് എന്ന് ലാഹിറായ രീതിയിൽ അലാമത്തുകൾ കൊണ്ടൊന്നും മനസ്സിലാകൂല. പക്ഷേ രണ്ട് സെന്റൻസ്, ഒരു സെന്റൻസ് ഇവിടെ പറഞ്ഞു, ഒരു സെന്റൻസ് ഇവിടെയും പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങളില്ല, പക്ഷേ നമുക്ക് മനസ്സിലാവും ഇത് കമ്പയർ ചെയ്തതാണ് എന്നുള്ളത്. ഉദാഹരണം, ഒരു ഇബ്നു റൂമിയുടെ കവിത കൊടുത്തിട്ടുണ്ട്. കത് യഷീബുൽ ഫത്താ വലൈസ അജീബൻ അൻ യറൻ നൗറ ഫീൽ ഖലീബി റതീബി. കത് ചില ആളുകൾ വാർദ്ധക്യമാവാന്നുള്ളത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഒന്നാമത്തെ സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? ഈ നല്ല പച്ചയായ മുളയുടെ മുകളിൽ വെള്ള കളറുള്ള മുട്ട് വരുന്നു, മുട്ട് വരിക എന്നുള്ള അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. അപ്പൊ ഒന്നാമത് പറഞ്ഞ എന്താ പറയാ, വാർദ്ധക്യം ഉണ്ടാവാം. പിന്നെ ഇവിടെ ഈ മുട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷെ അത് ഇതിന്റെ തശ്ബീഹാണ് എന്ന് സൂചിപ്പിക്കുന്ന ലാഹിറായ അടയാളങ്ങൾ അതിലില്ല. ഓക്കെ. അപ്പൊ ഈ മുട്ടിന് ശരിക്കും ഈ നിരയെ എന്തുപോലെ, എന്തിന് കറുത്ത മുടിയിലെ നിരയെ ഇതിനോട് സാദൃശ്യപ്പെടുത്തിയതാണ്? പച്ച മുളയിലെ വെളുത്ത മുട്ടിനോട് സാദൃശ്യപ്പെടുത്തിയതാണ്. പക്ഷെ അത് സാദൃശ്യപ്പെടുത്തിയത് അറിയിക്കുന്ന അടയാളങ്ങളൊന്നുമില്ല. എന്നാൽ തശ്ബീഹ് ഉണ്ട് താനും, ഉള്ളിലൂടെ ഉണ്ട്, വ്യംഗ്യമായിട്ടുണ്ട്. അതിനാണ് ലിംനി എന്ന് പറയാം. പിന്നെ മക്ലൂബ് ഉണ്ട്. മക്ലൂബ് നേരെ തിരിച്ച് മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹി ആക്കുകയും മുഷബ്ബഹ് ബിഹിയെ മുഷബ്ബഹ് ആക്കുകയും ചെയ്യാം. ഉദാഹരണം ഇവിടെ ശരിക്കും. ബാങ്ക് സാർ. ഓക്കെ ഓക്കെ. ഓക്കെ, ബാങ്ക് കഴിഞ്ഞില്ലേ? ഓക്കെ. യെസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ തശ്ബീഹ് മഖ്ലൂബ് അതാണ്. ശരിക്കും ഇവിടെ അന്ന സവാദല്ലൈലി ഷിഅറൻ കറുത്ത മുടി
രാത്രി രാത്രിയുടെ കറുപ്പ് മുടിയുടെ കറുപ്പ് പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? മുടിയുടെ കറുപ്പ് രാത്രിയുടെ കറുപ്പ് പോലെ ഉണ്ട് എന്നാണ്. അപ്പൊ നേരെ ഉൾട്ടാക്കി പറയുന്നതിന് തശ്ബീഹ് മഖ്ലൂബ് എന്ന് പറയാം. പിന്നെ ഈ ബയാനിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് ഇസ്തിയാറത്ത്. അപ്പൊ തശ്ബീഹ് ആകുമ്പോൾ തശ്ബീഹും ഇസ്തിയാറത്തും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. തശ്ബീഹ് ആകുമ്പോൾ അവിടെ ഈ ഒരു ഇത് ഇതുപോലെയാണ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി ഉണ്ടാവും. ഈ രണ്ടാൽ ഒന്നിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയാകുമ്പോൾ അത് ഇസ്തിയാറത്ത് എന്ന് പറയുന്നു. അത് മുഷബ്ബഹ് ബിഹി ഇല്ലാതെയായാല് മുഷബ്ബഹ് ഇല്ലാതെയായാല് അതിനെ തസ്രീഹിയ എന്നും മുഷബ്ബഹ് ബിഹി ഇല്ലാതെയായാല് തസ്രീഹിയ എന്നും മുഷബ്ബഹ് ഇല്ലാതെയായാല് മക്നിയ എന്നും വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്ന് മാത്രമേ പറയണ്ടാവുള്ളൂ. മുഷബ്ബഹോ മുഷബ്ബഹ് ബിഹി രണ്ടാൽ ഒന്ന് മാത്രമേ പറയുള്ളൂ, ഒന്നിനെ കളഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണം ഇവിടെ നോക്കി, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. അള്ളാഹു ഖുർആനെ കുറിച്ച് പറയാണ്, ഖുർആൻ ഇറക്കിയത് ആളുകളെ ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാനാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് കിതാബ് ഇറക്കിയത്. ശരിക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ടോർച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ ശരിക്കും അതുകൊണ്ട് മനസ്സിലായി ഇവിടെ ദുലുമാത്ത് ഇലന്നൂർ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആശയമാണ് എന്ന്. ഇവിടെ ദുലുമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അറിവിലേക്ക് കൊണ്ടുവരാനാണ് ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ കിതാബ് ഇറക്കിയത് എന്നാണ്. ഇവിടെ ശരിക്കും ദുലുമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റെന്തോ ഒരു സംഗതിയാണ്, നൂറിനെ മറ്റെന്തോ ഒരു സംഗതിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സംഗതി ഇതുപോലെയാണ് എന്നാണ് ശരിക്കുള്ള ആശയം. പക്ഷെ ആ മുഷബ്ബഹിനെ ഇവിടെ പറഞ്ഞിട്ടില്ല, അതിന് പകരം ദുലുമാത്തിനെ മാത്രം കൊണ്ടുവന്നു. ഉദാഹരണം ജഹാലത്ത് കൽ ദുലുമാത്തി എന്നാണ്, അല്ലെങ്കിൽ അൽ ഇൽമു കന്നൂരി എന്നാണ് ശരിക്കും പറയേണ്ടിരുന്നത്. അപ്പൊ അന്ന് പറയാതെ ഒന്നിനെ കളഞ്ഞു, മുഷബ്ബഹിനെ കളഞ്ഞു. അതിനാണ് തസ്രീഹിയ എന്ന് പറയാ. അപ്പൊ ആ കളഞ്ഞ സാധനം ഇനി മുഷബ്ബഹ് ബിഹി ആണെന്നുണ്ടെങ്കിൽ മക്നിയ എന്ന് പറയുന്നു. ഇപ്പൊ ഉദാഹരണം അടുത്ത ഹജ്ജാജിന്റെ ഒരു പ്രസംഗത്തിലുള്ള വാക്കാണ് ഇനിയിൽ അറാർ ഊസൻ അത് അതിനകത്ത് ഞാൻ ചില തലകളെ കണ്ടു, ആ തലകളൊക്കെ പഴുത്ത് പാകമായിട്ടുണ്ട്. തല പഴുത്ത് പാകമാവൂല, പഴുത്ത് പാകമാവാറുള്ളത് പഴങ്ങളൊക്കെയാണ്. അപ്പൊ റഅസിനെ കസമരി ആ രീതിയിലാണ് തശ്ബീഹ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ കളഞ്ഞു, അതിന് പകരമായിട്ട് റഅസ് എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സമറ് കസമരി എന്നുള്ള മുഷബ്ബഹ് ബീനാണ് കളഞ്ഞിട്ടുള്ളത്. ഇനി ഇതന്നെ വേറെ അർത്ഥത്തിൽ ഇസ്തിയാറത്ത് പല രീതിയിലും ഉണ്ടാവാം. അത് അതിൽ ഇസ്തിയാറത്ത് നടക്കുന്ന ആ ഒരു സാധനം ജാമിദായ പദത്തിലാണ് ഇസ്തിയാറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്തിആറ മക്നിയ ഒന്നുകൂടി പറയാമോ? ഇസ്തിആറ മക്നിയ. ഓക്കെ ഓക്കെ. ഇസ്തിയാറ മക്നിയ എന്ന് പറയുമ്പോൾ റോസ് ഞാൻ ചില തലകൾ കാണുന്നു, അത് അതിനകത്ത് ആ തലകൾ പഴുത്ത് പാകമായിട്ടുണ്ട്. ഈ കത് അതിനകത്ത് നിന്ന് വന്നത് കൊണ്ട് തന്നെ മനസ്സിലായി ഈ പഴുത്ത് പാകമാവാന്നുള്ളത് എന്തിന്റെ ക്വാളിറ്റി അല്ല, എന്തുമായി ബന്ധപ്പെട്ടതല്ല, റേസുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഈ റേസിനെ മറ്റെന്തോമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം കത് അതിനകത്ത് നിന്ന് വന്നതുകൊണ്ട് പഴുത്ത് പാകമാവാന്നുള്ളത് അല്ലെങ്കിൽ ആ പാകമായ പഴുത്ത ഒരു സാധനത്തെ മുറിക്കുക എന്നുള്ളത് ഒരു പഴത്തിന്റെ വിശേഷണമാണെന്ന് ആ കോൺടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ശരിക്ക് റഅസു കസമരി എന്ന് ആണ് പറയേണ്ടത് അല്ലെ. റഅസു കസമരി എന്നാണ്. അവിടെ റഅസ് മുഷബ്ബഹാണ്, സമർ മുഷബ്ബഹ് ബിഹി ആണ്. മുഷബ്ബഹിനെ പറഞ്ഞു, മുഷബ്ബഹ് ബിഹിയെ പറഞ്ഞില്ല. അതാണ് മക്നിയ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ആ ഇസ്തിയാർ നടക്കുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഇസ്തിയാർ നടക്കുന്ന സ്ഥലത്ത് സംബന്ധിച്ചുകൊണ്ട് അത് ഇസ്തിയാർ നടക്കുന്നത് ജാമിദായ പദത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിന് അസ്ലിയ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ യാ ഷംസ സമാനി എന്നൊക്കെ വിളിക്കും. ഷംസ് എന്നുള്ള പദം അതൊരു ജാമിദായ പദം എന്ന് പറഞ്ഞാൽ സർഫാക്കാൻ പറ്റാത്ത പദങ്ങൾക്കാണ് ജാമിദായ പദം എന്ന് പറയാം. ഇനി അല്ലാത്ത ഫീലോ അല്ലെങ്കിൽ മസ്ദറോ ഇസ്മു ഫായിലോ ഇസ്മു മഫൂലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വൈറ ജാമിദ അല്ലെങ്കിൽ സർഫിയായ പദങ്ങൾ എന്നാ പറയാം, ജാമിദ അല്ലാത്ത പദങ്ങൾ. അപ്പൊ ജാമിദ അല്ലാത്ത പദങ്ങളിലാണ് ഈ ഇസ്തിയാറ നടക്കുന്നുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ തബഈയ എന്നാണ് വിളിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ വലമ്മ സക്കത്താൻ മൂസൽ ഗളബു എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്, ഖുറാനിക വചനമാണ്. സക്കത്ത എന്ന് പറഞ്ഞാല് ശരിക്കും നിശബ്ദത പാലിക്കുക എന്നാണ്. മൂസാ നബിയെ തൊട്ട് ദേഷ്യം നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേഷ്യം സ്റ്റോപ്പ് ആവാന്നുള്ളതാണ്. അപ്പൊ ഈ സക്കത്തയിലാണ് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഇസ്തിയാറത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഫെയിലാണ്. ഫെയിലുകൾ ജാമിദല്ല, ഇസ്മുകൾ മാത്രമേ ജാമിദ വരുള്ളൂ. അപ്പൊ ജാമിദ ഇസ്മിൽ വരുമ്പോഴാണ് അസ്ലിയ എന്ന് പറയാം. അല്ലാത്ത ഈ ജാമിദ അല്ലാത്ത പദങ്ങളിൽ ഇസ്തിയാറത്ത് സംഭവിച്ചാൽ തബയ്യ എന്ന് പറയും. ആ ഒരു അർത്ഥത്തിൽ വരാറുണ്ട്. പിന്നെയും ഉണ്ട് മുറഷഹ, മുജറദ, മുത്തലക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേറെ ഇനങ്ങളുണ്ട്. ഓക്കെ. പിന്നെ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വേറെ സംഗതിയാണ് മജാസുകൾ. മജാസും ഇസ്തിയാറത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞതുപോലെ മുഷബ്ബഹ് ബിയിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഇസ്തിയാറത്തിന്റെ അവിടെ മുഷാബഹത്ത് ഉണ്ടാകും. മജാസിന്റെ അവിടെ ഇതുകൊണ്ട് ഉദ്ദേശം ഇതെല്ലാം നമുക്ക് മനസ്സിലാവും, പക്ഷെ അതൊരു കമ്പാരിസൺ എന്ന അർത്ഥത്തിലല്ല.
ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, വയുനസ്സിലുലക്കും മിനസ്സമാഇ റിസ്കൻ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് വരുന്നു. ആകാശത്തിൽ നിന്ന് റിസ്ക് ഇങ്ങനെ മഴ വരുന്ന പോലെ ഇറങ്ങി വരുമോ? ഇല്ല, അല്ലല്ലോ. ആകാശത്തിന് റിസ്ക് വരാണ് ഉദ്ദേശിക്കുന്നത്, ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു, ആ മഴ ഭൂമിയിൽ വന്നിട്ട് അതുമൂലം ഈ പഴങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു, നമുക്ക് റിസ്ക് കിട്ടുന്നു എന്നാണ്, അല്ലെ? അപ്പൊ ഈ റിസ്ക് കൊണ്ട് ഉദ്ദേശം ആകാശത്തിന് റിസ്ക് വരൂല, അതുകൊണ്ട് തന്നെ റിസ്കിന്റെ ശരിക്കുള്ള ഉദ്ദേശം റിസ്ക് അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊരു കമ്പാരിസൺ ആണോ? റിസ്ക് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു? വെള്ളം ഉദ്ദേശിക്കുന്നു. അപ്പൊ വെള്ളം റിസ്കിനെ പോലെയാണെന്ന് പറയുമ്പോൾ മുഷാബത്ത് ശരിയാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു മുഷാബത്ത് ശരിയാകുന്നില്ല. പക്ഷെ ഇതുകൊണ്ട് അർത്ഥം ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നു. അതിനാണ് മജാസ് മുർസൽ എന്ന് പറയുക. അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. മഹല്ലിയ, ഹാലിയ, ജുസിയ, കുല്ലിയ, അങ്ങനെ 8 ഘടകങ്ങളുണ്ട്. ആ ഒരു ഘടകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വരുമ്പോഴാണ് മജാസ് മുർസൽ ആകാറുള്ളത്. ഇനി ഇതേ സംഗതി വാക്കിലല്ല, ആ ഒരു സംഗതിയെ ചേർക്കുമ്പോൾ മറ്റു വാക്കുമായിട്ട് ഇസ്നാദ് ചെയ്യുന്ന, ആ ഫീലിനെ ഇസ്നാദ് ചെയ്യുന്ന അവസരത്തിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മജാസ് അഖലിയ എന്ന് പറയാം. അപ്പൊ ഉദാഹരണം ഇവിടെ നോക്കൂ, ഇസ്ദഹമത്ത് ഷവാരിയോ, റോഡ് തിരക്ക് കൂടി. റോഡ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരക്ക് കൂടാന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല, കാരണം റോഡിന് തിരക്ക് കൂടാനുള്ള മൂവ്മെന്റിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പൊ ഈ റോഡിനെ തിരക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലേക്ക് ഇസ്നാദ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്. ശരിക്കും റോഡിലുള്ള ആളുകൾ തിരക്ക് മൂലം അവിടെ തിരക്ക് വർദ്ധിച്ചു എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പൊ ഈ ഇസ്നാദിയായ ഒരു ആശയത്തിലുള്ള മാറ്റമാണ് മജാസ് അഖ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ കിനായത്ത് ഉണ്ട്. കിനായത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കാൻ പറ്റും, പക്ഷെ ഒന്ന് ഏഹ്, ഒന്നെന്താ പറയാ, അതെല്ലാം കെരിനത്തോണ്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടു മണിയുടെ വെക്കാം. ഉദാഹരണം ഫുലാന് കസീർ റമാദി, ഒരാള് കസീർ റമാദി, അവിടെ ഒരുപാട് വെണ്ണൂറ്, വെണ്ണീര് അയാളുടെ വീട്ടിലുണ്ട്. ഉണ്ട്, പ്രശ്നം കഴിഞ്ഞു, ഓക്കെ. പക്ഷെ അവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ആശയം കൂടി ഉദ്ദേശിക്കാം, ഒരാളുടെ വീട്ടിൽ കൂടുതൽ വെണ്ണീറുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് വെണ്ണീർ ഉണ്ടാവാന്ന് പറയുന്നതിന്റെ അർത്ഥം? വെണ്ണീർ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഭക്ഷണം പാകം ചെയ്യുന്ന അർത്ഥം. വിറക് കൂടുതൽ കത്തിക്കുന്നു, വിറക് കൂടുതൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നന്നായിട്ട് ആതിഥേയത്വം അല്ലെങ്കിൽ അതിഥി സൽക്കാരം നടത്തുന്ന ആളാണ്. അതിഥി സൽക്കാരം നടത്തുന്ന ആളാണെങ്കിൽ നല്ല ധർമ്മിഷ്ഠനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ധർമ്മിഷ്ഠനാണ് എന്ന് നമുക്ക് ആശയം കിട്ടാം. അപ്പോ ഒരു വാക്ക് അവിടെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് മറ്റൊരു വാക്ക് കൂടി നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അതിനാണ് കിനായത്ത് എന്ന് പറയാം. പിന്നെ ഇതൊക്കെയാണ് ഇൽമുൽ ബയാനിൽ വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ. പിന്നെ ഇൽമുൽ മആനിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായ ഒരു സംഗതി ഖബർ ഇൻഷാ എന്ന് പറഞ്ഞൊരു ഘടകമാണ്. ഖബർ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഒരു ജുംല, ആ ജുംലയെ കുറിച്ച് നമുക്ക് ഇത് ഉണ്ട് ഇല്ല എന്ന് വ്യക്തമാക്കി പറയാൻ പറ്റുന്നതാണെങ്കിൽ ഖബരിയ ജുംല എന്ന് പറയാം. അതാണ് സെയ്ദ് പോയി, പോയോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്, ഉണ്ട് എങ്കിൽ ഉണ്ട്, ഇല്ല എന്നിൽ ഇല്ല. അപ്പൊ അത്തരം സെന്റൻസുകളാണ് ഖബരിയ ജുംല എന്ന് പറയാം. ഇനി അങ്ങനൊന്നും ഇല്ലാത്തതിനാണ് ഇൻഷായ എന്ന് പറയാം. അപ്പൊ ഉദാഹരണം നീ ചെയ്യ് എന്ന് പറയുമ്പോൾ അത് ഉണ്ട് ഇല്ല എന്ന ആൻസർ അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്തരം സെന്റൻസുകളാണ് ഇൻഷായ സെന്റൻസുകൾ. അതിന്റെ ഒരുപാട് ഇനങ്ങളുണ്ട്. പിന്നെ വസൽ എന്ന് പറയുന്ന സംഗതികളുണ്ട്. ചില വാവ് അത്ഫ് കൊടുത്ത് ചേർക്കേണ്ട ഘടകങ്ങള്, ചേർക്കാൻ പറ്റാത്ത സ്ഥലങ്ങള്, രണ്ട് തമ്മിൽ ബന്ധമുണ്ട്, കമാൽ ഇത്തിസാല്, കമാൽ ഇൻകിത്തായ്, ഷിബു കമാൽ ഇത്തിസാല്, ഷിബു കമാൽ ഇൻകിത്തായ്, അങ്ങനെ ഒരുപാട് സംഗതികൾ വരുന്ന ഏരിയയാണ് വസൽ എന്ന് പറയുന്ന സാധനം. പിന്നെ കസറുണ്ട്. കസർ എന്ന് പറഞ്ഞാല് ഇത് മാത്രം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അറബിയിലെ സെന്റൻസ് മേക്കിംഗ് സ്ട്രക്ചർ ആണ് ഈ കസറോണ് ഉദ്ദേശിക്കുന്നത്. മാവ ഇല്ല എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതല്ലാതെ മറ്റൊന്നുമല്ല, ഇത് മാത്രമാണ്. പിന്നെ ബല്ലിട്ടുകൊണ്ട് പറയും, ലാക്കിൻ ഇട്ടുകൊണ്ട് പറയും. അപ്പൊ അങ്ങനെയൊക്കെ കസറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തഡുകളൊക്കെ ഇൽമുൽ മആനിൽ വരുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത് എന്ന് പറയുന്ന സംഗതികളുണ്ട്. ഈജാസ് എന്ന് പറഞ്ഞാല് ഒരാശയം പറയാൻ എത്ര വാക്കുകൾ വേണോ അത്ര ഒന്നും പറയാതെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആശയങ്ങൾ കൊടുക്കുക, അതാണ് ഈജാസ് എന്ന് പറയാം. ഇത്നാബ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം പറയാൻ അത്ര വാക്കിന്റെ ആവശ്യമില്ല, അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞത് കാരണമായിട്ട് അവിടെ എന്തെങ്കിലും തക്കീതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫായിദ അവിടെ നിന്ന് കിട്ടാന്നുണ്ടെങ്കിൽ ഇത്നാബാണ്. അങ്ങനെ ഒന്നുമില്ലാതെ എക്സ്ട്രാ വാക്കുകളാണെങ്കിൽ തത്വീൽ, ഹഷ്വ് എന്നൊക്കെയാണ് പേരുള്ളത്. പിന്നെ മുസാവാത്ത് എന്ന് പറഞ്ഞാൽ എത്ര പറയണോ അത്ര മാത്രം പറഞ്ഞു, കൂടുതലും ഇല്ല കുറച്ചും ഇല്ല, അതാണ് മുസാവാത്ത് എന്ന് പറയാം. ഇതൊക്കെയാണ് ഇൽമുൽ മഹാലിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇൽമുൽ ബദീ രണ്ട് ഭാഗമാണെന്ന് പറഞ്ഞു. മുഹസനാത്തുൽ ലഫ്ലി ഉണ്ട്, മുഹസനാത്തുൽ മാനവി ഉണ്ട്. ലഫ്ദില് ആശയത്തിൽ ഭംഗി കൂട്ടാനല്ല, ലഫ്ദിന്റെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രസംഗത്തിലും നസ്റിലും ഒക്കെ അതിന്റെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഗതികളാണ് ഈ മുഹസനാത്തുൽ ലഫ്ലിയ. ഉദാഹരണം ജിനാസ് എന്ന് പറഞ്ഞാല് ഒരു വാക്ക്, ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്. അപ്പൊ ഒരർത്ഥത്തിന്റെ വാക്ക് ഉപയോഗിച്ചു, മറ്റൊരിടത്ത് വേറെ വാക്ക് ഉപയോഗിച്ചു. അപ്പൊ ആ വാക്കിന്റെ ആ ഭംഗി അവിടെ വ്യക്തമാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം സാഅത്തിന് ഖിയാമത്ത് നാളെന്ന് അർത്ഥമുണ്ട്, സമയം എന്ന അർത്ഥമുണ്ട്, വാച്ച് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഒരിടത്ത് സാഅത്തിന് ആ യൗമുൽ ഖിയാമ എന്ന രീതിയിൽ വെച്ചു, മറ്റൊരിടത്ത് ഈ വക്ത് എന്ന രീതിയിലുള്ള സാഅത്തും വെച്ചു. അപ്പൊ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ ആ വാക്കിലുള്ളതാണ് ജിനാസ്.
സജ് എന്ന് പറഞ്ഞാല് ഈ വാക്ക് ഒപ്പിച്ച് പറയാന്ന് പറയില്ല. അപ്പൊ താമൻ, താമൻ എന്ന് പറയുന്നത് അതിന്റെ കൂടെ മീമില് മൻ മൻ എന്ന് അവസാനിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം തബ്ദീലി തഹ്വീലി, അങ്ങനെയൊക്കെ ആ ഒരു അത്തരം രീതിയിലുള്ള വാക്കുകളൊക്കെ കൊണ്ടുവരിക. അപ്പൊ അവസാനത്തെ രണ്ട് വാക്കുകളോ രണ്ടിലേറെ കൂടുതൽ വാക്കുകളോ ഒരുമിക്കുന്നതിനാണ് സജ് എന്ന് പറയാം. പിന്നെ ഇക്തിബാസ് ഉണ്ട്. ഇക്തിബാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയോ പ്രശസ്തനായ നബീന്റെ ഖുറാന്റെ ഒക്കെ വാക്കൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്തുകൊണ്ട് പറയാം. ഇതിനാണ് ഇക്തിബാസ് എന്ന് പറയാം. പിന്നെ മുഹസനാത്തുൽ മാനവിയ ഉണ്ട്. അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. തിബാക്ക് ഉണ്ട്. തിബാക്ക് എന്ന് പറഞ്ഞാല് ഒരേ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി അർത്ഥമുള്ള രണ്ട് കാര്യങ്ങൾ, രണ്ട് വാക്കുകൾ ഒരു സെന്റൻസിൽ ഒരുമിച്ച് കൂടാം. അത് ഒന്നിലേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുക്കാബില എന്ന് പറയുന്നു. ഇപ്പൊ ഉദാഹരണം നോക്കൂ, അമ്മാമൻ ആത്ത വത്തക്ക സദ്ദഖ ബിൽ ഹുസ്ന ഫസനു യസ്റഹു ലിൽ യുസ്ര. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത വാക്ക്. അമ്മാമൻ ആത്തന്റെ നേരെ ഓപ്പോസിറ്റ് അമ്മാമൻ ബഹില. പിന്നെ വത്തക്കൻ്റെത് ഇസ്തഗന, സ്വദ്ദഖൻ്റെത് കദബ. ഫസ നുയസ്സിറുഹു, എളുപ്പമാക്കി കൊടുക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നുയസ്സിറുഹു. ഓക്കെ, സോറി, ഫസ നുയസ്സിറുഹു ലിൽ യുസ്ര. ഏഹ് നേരെ രണ്ടാമത്തോടത്ത് പറഞ്ഞത് ഫസ നുയസ്സിറുഹു ലിൽ ഉസ്ര, പ്രയാസമാണ്. അവിടെ ഒന്ന് യുസ്ര ഉസ്ര. അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്പോസിറ്റുകൾ ആ ഒരേ ഇതിൽ വന്ന്, അപ്പൊ അതിന് മുക്കാബല എന്ന് പറയുന്നു. ഒന്ന് മാത്രമാണെങ്കിൽ തിബാക്ക് എന്ന് പറയുന്നു. അതന്നെ തിബാക്ക് ഈജാബിയ സെൽബിയ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ബലാഗയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള്. ഓക്കെ. പിന്നെ ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു വന്നാല്, ഈ ലിറ്ററേച്ചറിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഈ ട്രെൻഡുകൾ, മൂവ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട മൂവ്മെന്റുകളാണ് ലിറ്ററേച്ചറിൽ ഉള്ളത്. ഒന്ന് മദ്റസത്തു ദീവാൻ അല്ലെങ്കിൽ ഹറക്കത്തു ദീവാൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അത് അക്കാദ്, ഷുക്രി, മാസിനി എന്ന് പറയുന്ന 3 ആളുകൾ തമ്മിൽ 921 ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. പിന്നെ മറ്റൊന്നുള്ളത് ജമാഅത്ത് അബോളോ എന്ന് പറയുന്ന മിസ്രിൽ സ്ഥാപിച്ച ഈജിപ്ഷ്യൻ ഒരു മൂവ്മെന്റ് ആണ്. അഹമ്മദ് അബു സക്കി ഷാദിയാണ് 932 ഇത് സ്ഥാപിച്ചത്. പിന്നെ റാബിത്ത കലമിയ ഉണ്ട്. ആദ്യത്തെ പ്രസ്ഥാനമാണ് റാബിത്ത കലമിയ. 920 സ്ഥാപിച്ചത്. ജുബ്രാൻ ഖലീൽ ജുബ്രാനും മിഖായിൽ നുഐമയും ഇലിയാബു മാലിയും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരുപാട് സാഹിത്യകാരന്മാരുള്ള ഒരു മൂവ്മെന്റ് ആണ് റാബിത്ത അൽ കലമിയ. ന്യൂയോർക്കിൽ സ്ഥാപിച്ച മൂവ്മെന്റ് ആണ്. പിന്നെ അൽ ഉസ്ബത്തുൽ ഉന്ദുലൂസി ഉണ്ട്. ഇത് ബ്രസീലിൽ സ്ഥാപിച്ചതാണ്. 933 സ്ഥാപിക്കുന്നത്. 32 എന്ന് പറയുന്ന ആളുകളുണ്ട്. 33 പ്രബല അഭിപ്രായം. ഷുക്റുല്ലാഹിൽ ജറാണ് ഇതിന്റെ ആശയം കൊടുത്തത്. മീഷയിൽ മാലൂഫ് ഇത് തുടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ ബ്രസീലില് സാഹിത്യമായ വർക്കുകളും ഒക്കെ നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ഉസ്ബാൽ ഉന്ദുലൂസിയ. ഇവർക്കുള്ള മാഗസിൻ ഒക്കെ ഉണ്ട്. പിന്നുള്ളത് ഇതില് പ്രധാനപ്പെട്ട ഈ PSC ഹദീസ്, ഫിഖ് അതേപോലെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ ട്രഡീഷണൽ ആയ ഗ്രന്ഥങ്ങളെ കുറിച്ചും ഹിസ്റ്ററിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആദ്യമായിട്ട് ഹദീസ് ക്രോഡീകരണം നടത്തിയ ആള് ഇബ്നു ഷിഹാബ് സൂരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഹദീസിലെ ഈ ക്രോഡീകരണങ്ങളൊക്കെ നടക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അമവി ഖലീഫയുടെ കാലഘട്ടത്തിലുമാണ്. ആദ്യത്തെ ഹദീസിലുള്ള ഗ്രന്ഥം മുവത്തയാണ്. മാലിക് റളിയല്ലാഹുവിന്റെ മുവത്തയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി അബു ഹുറൈറയാണ്. പിന്നെ ഈ ഖാദിമുർ റസൂൽ എന്നറിയപ്പെടുന്ന അനസ് ബിൻ മാലിക്. ഷെയ്ഖാനി, ഹദീസിലെ ഷെയ്ഖാനി എന്നറിയപ്പെടുന്ന 2 പേരുണ്ട്. അത് ബുഖാരി മുസ്ലിമാണ്. പിന്നെ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്, ഒരു ടേം ഉണ്ട്. ആ ടേമിന്റെ ആശയം ബുഖാരിയിലും മുസ്ലിമിലും പൊതുവായിട്ട് വന്ന ഹദീസ് എന്നാണ് അതിന്റെ ആശയം. പിന്നെ സിഹാവ് സിത്ത എന്ന് പറയുന്ന അറബിയിലെ പ്രധാനപ്പെട്ട സ്വീകാര്യമായ 6 ഗ്രന്ഥങ്ങളാണ് സിഹാവ് സിത്തയിൽ ഉൾപ്പെടുത്തുക. ബുഖാരി, മുസ്ലിം ഉണ്ട്. പിന്നെ സുനൻ നസായി, അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ എന്ന് പറയുന്ന 6 ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതിലുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുള്ള ഏരിയകള് ഇവരുടെ ഏജ് പ്രകാരം അല്ലെങ്കിൽ വർഷം പ്രകാരം ഓർഡർ ആക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ പൂർണ്ണമായ പേരുകള് അത് ചോദിക്കാനുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഹദീസിലെ മറ്റു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള് മുസ്നദ് ഹംബല്, പിന്നെ ബൈഹഖിയുടെ ഷഅബുൽ ഈമാൻ ഉണ്ട്, നവവിയുടെ റിവാദ് സ്വാലിഹീൻ ഉണ്ട്, അതേപോലെ മത്തുൽ അർബഈൻ, തൊബ്രാനിയുടെ മുഅ്ജമുൽ കബീർ ഒക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങൾ. പിന്നെ ഷറഹുകളുണ്ട്. ഹദീസിന്റെ ഷറഹുകൾ, വിശദീകരണങ്ങളുണ്ട്. അത് ബുഖാരിയുടെ ഒരു ഷറഹാണ് ഫതുഹുൽ ബാരി എന്ന് പറയുന്നത്. അസ്കലാനി റഹിമഹുള്ളയുടെ ഒരു ഗ്രന്ഥമാണ്. അതേപോലെ ഉംദത്തുൽ ഖാരി, അതും ബുഖാരിയുടെ തന്നെ ഷറഹാണ്. ബദറുദ്ദീൻ അൽ ഐനിയുടേതാണ്. പിന്നെ സ്വഹീഹ് മുസ്ലിമിന്റെ ഷറഹുണ്ട്, മിൻഹാജ് എന്ന് പറയുന്ന നവവി ഇമാമിന്റെ ഷറഹാണ്. അബ്ദുറഹ്മാൻ മുബാറക് ഫൂരി എന്ന് പറയുന്ന ഇന്ത്യൻ ഓതറുടെ ഷറഹുണ്ട്. ഈ തുർമുദി, സിഹാസിത്തയിലെ തുർമുദി എന്ന് പറയുന്ന ഹദീസിന്റെ ഷറഹാണ് തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ പഠിക്കാൻ പ്രയാസമായിരിക്കും. ഞാൻ ഈ PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഫിഖിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്.
അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ നോട്ട് ചെയ്യേണ്ടതൊന്ന്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിഖിയുടെ ഗ്രന്ഥമാണ് ഫത്താവ അൽ ആലംഗീരി എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ഔറംഗസീബ് അവിടുത്തെ അന്നത്തെ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ, ഔറംഗസീബ് എഴുതിയതല്ല, അവരെ കൊണ്ട് ഉണ്ടാക്കിയൊരു അനഫി ഫിഖിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിഖിലെ രചന കൂടിയാണ്. പിന്നെ ഷാഫി സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഈ ഫത്തുൽ മുഈൻ എന്ന് പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനിയുടെ രചനയാണത്. തഫ്സീറിൽ ഇതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഏഹ് തഫ്സീർ തൊബരി എന്നറിയപ്പെടുന്ന ജാമിഉൽ ബയാൻ ഫി തഅവീൽ ഖുർആൻ എന്ന് പറയുന്ന തൊബരി ഇമാമിന്റെ രചന. അതേപോലെ ഇമാം റാസിയുടെ തഫ്സീർ റാസി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തഫ്സീർ കബീർ, അല്ലെങ്കിൽ മഫാത്തിഉൽ ഗൈബ് എന്നൊക്കെ വിളിക്കുന്ന തഫ്സീർ. ഇബ്നു കസീറിന്റെ തഫ്സീർ ഖുർആൻ അലീം. ബൈലാവിയുടെ തഫ്സീർ ഉണ്ട്, തഫ്സീർ ബൈലാവി എന്നാണ് അറിയപ്പെടാറുള്ളത്. അതിന്റെ പൂർണ്ണമായ പേര് അൻവാർ തൻസീൽ അസ്റാർ തഅവീൽ എന്നാണ്. പിന്നെ സുയൂത്തി ഇമാമിന്റെ അതാണ് ദുർറുൽ മൻസൂർ. അവരുടെ ഈ ഖുർആനികമായ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഇതൊക്കെ, ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ, ഇന്ത്യക്കാരുടെയും മോഡേൺ തഫ്സീറുകളുടെ ഒക്കെ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിൽ ഒരുപാട് പണ്ഡിതന്മാര് ഉണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേര് ഞാനിവിടെ പറയാം. ഒന്ന് ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ്. ആദ്യമായിട്ട് ഫാരിസ്യ പേർഷ്യൻ ഭാഷയിലെ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് ഒരു ഇന്ത്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്നാണ്. ആ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ തഫ്സീറിന്റെ പേര് ഫതഹുർ റഹ്മാൻ ഫി തർജിമത്തിൽ ഖുർആൻ എന്നാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ലഖബുകൾ ഉണ്ട്. കുത്തുബുദ്ദീൻ എന്ന് വിളിക്കാറുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കാറുണ്ട്, മുസ്നദുൽ ഹിന്ദ് എന്ന് വിളിക്കാറുണ്ട്, ഗസാലിയുൽ ഹിന്ദ്, ഇന്ത്യൻ ഗസാലി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട രചനയാണ് അൽ ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ എന്നുള്ളത്. ഉസൂൽ തഫ്സീറിൽ രചിക്കപ്പെട്ട വളരെ റയറായ ഗ്രന്ഥങ്ങളിൽ എണ്ണപ്പെട്ട നോട്ടബിൾ ആയ ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ ഫൗസുൽ കബീർ. അതിനെക്കുറിച്ച് മുമ്പ് ചോദ്യം വന്നതാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അസ്റാറു ശരിയ എന്ന് പറയുന്ന ഫനിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. മുസഫ ഇതൊക്കെ ഹദീസിലെ ഗ്രന്ഥമാണ്. ഒന്ന് മുസവ്വ അറബിയിലാണ്, മുസഫ ഈ പേർഷ്യൻ ലാംഗ്വേജിലാണ്. മുവത്തയുടെ ഷറഹുകളാണ് ഇതൊക്കെ. പിന്നെ ഹമീദുദ്ദീൻ ഫറാഹി ഉണ്ട്. ഇദ്ദേഹമാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി, ജാമിയത്തുൽ ഉസ്മാനിയ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, നിസാമുൽ ഖുർആൻ, ജംഹറത്തുൽ ബലാഗ ഒക്കെ ഉണ്ട്. ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് സുലൈമാൻ നദി ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, മാത്ത ഇബ്നു തൈമിയത്തുൽ അസർ എന്നാണ്. പിന്നെ അബ്ദുൽ അസീസ് മൈമനി ഉണ്ട്. ഇദ്ദേഹത്തെ അറബി ഈ ഈ മസാദിറുകളിൽ, അല്ലെങ്കിൽ ഉസൂലുൽ അറബിയിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ അമാലിയുടെ ഗ്രന്ഥം, ഖാലിയുടെ അമാലി എന്ന് പറഞ്ഞ ഗ്രന്ഥം. അതിന്റെ ഷറഹില് സമക്കുല്ലയാലി ഫി ഷറഹിൽ അമാലി ലിൽ ഖാലി എന്ന് പറയുന്ന ഇതിന്റെ ഗ്രന്ഥത്തിന് തഹ്ഖീഖ് ചെയ്തിട്ടുണ്ട്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാല് ആവശ്യമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പരിപൂർണത വരുത്തിയിട്ടുണ്ട് അർത്ഥം. പിന്നെ അബുൽ അലാവുൽ മാരിയുടെ ആശയങ്ങളൊക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ഇദ്ദേഹം ഒരു രചന നടത്തിയിട്ടുണ്ട്. അതാണ് അബുൽ അലാ ഒമാ ഇലൈഹി എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഇദ്ദേഹത്തിന്റെ മക്കാലയുടെ കളക്ഷൻസ് ആണ് ബുഹൂസുൻ വ തഹ്ഖീഖാത്തുൻ എന്ന് പറയുന്ന സംഗതികള്. പിന്നെ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ, ഇദ്ദേഹം ഖാൻ എന്ന് പേര് വെക്കാൻ കാരണം ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു തസ്തികയാണ് ഖാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ മോഡേൺ എഡ്യൂക്കേഷൻസിന് വേണ്ടിയൊക്കെ ഇദ്ദേഹം വാദം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ നവാബാവാൻ കാരണം ജമാലുദ്ദീൻ സിദ്ദീഖിയ സഹാബിയുടെ ബിൻതായ ഷാജഹാൻ ബീഗം ഉണ്ട്, ഭോപ്പാലിലെ രാജ്ഞിയായ, അവരെ വിവാഹം ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹം നവാബാകുന്നത്. ഒരുപാട് രചനകളുണ്ട്. ഫതഹുൽ ബയാൻ ഫി മഖാസിദുൽ ഖുർആൻ എന്നുള്ള 10 വോള്യങ്ങളുള്ള ബൃഹത്തായ രചന. തഫ്സീറിലുള്ള മറ്റു രചനയാണ് നൈലുൽ മുറാം. അബ്ജദുൽ ഉലൂം വളരെ പ്രശസ്തമാണ്. അത് ഇന്ത്യൻ ഈ ഓതേഴ്സിനെ കുറിച്ചുള്ള തർജ്ജമകളാണ് അബ്ജദുൽ ഉലൂമിലുള്ളത്. പിന്നെ അബു ഹസൻ അലി ഹസൻ നദവിയുടെ പിതാവായ അബ്ദുൽ അയ്യൽ ഹസനി, ഇദ്ദേഹം ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്നാണ് അറിയപ്പെടുന്നത്. ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് ഇന്ത്യയിലെ പ്രശസ്തമായ മദ്രസയായ നദ്വത്തുൽ ഉലമയിലെ അവിടുത്തെ സെക്രട്ടറിയും അതിന്റെ ഓർഗനൈസറും ഒക്കെ ആയിരുന്നു. നുസ്രത്തുൽ ഖവാത്തിർ എന്ന് പറഞ്ഞ, മആരിഫുൽ അവാരിഫ് എന്നൊക്കെ പറഞ്ഞ വളരെ പ്രശസ്തമായ ഇന്ത്യൻ രചനകളുടെ ഓതർ കൂടിയാണ് ഇദ്ദേഹം. പിന്നെ അബു ഹസൻ അലി ഹസൻ നദവി അറിയാമല്ലോ, 80 നോബൽ പ്രൈസ് കിട്ടി. മലിക് ഫൈസൽ അവാർഡ് കിട്ടി. ഇന്ത്യയിൽ 2 പേരേ ഉള്ളൂ. അതിൽ ആദ്യ വ്യക്തി അബു ഹസൻ അലി ഹസൻ നദവിയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ 200-ലേറെ രചനകളുണ്ട്. അതിൽ ഉറുദുവിലെ രചനകളുണ്ട്, അറബിയിൽ മാത്രം 100-ലേറെ രചനകൾ അദ്ദേഹത്തിനുണ്ട്. അത് ഇസ്ലാം, ആധുനികത, മോഡേണിറ്റി തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയകളുള്ളത്. അൽ അറബ് അൽ ഇസ്ലാം, പിന്നെ അൽ ഇസ്ലാം വൽ ഗർബ് പറഞ്ഞ വെസ്റ്റേൺ ആണ്. പിന്നെ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, മാദാ ഖസറൽ ആലം ബിൻഹിദാത്തുൽ മുസ്ലിമീൻ,
ഇതൊക്കെ 5 ഏരിയകളായിട്ട്, അതിൽ അഞ്ചാമത്തെ ഏരിയയാണ് ഈ ഇദ്ദേഹത്തിന്റെ ആ പ്രധാനപ്പെട്ട ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ പറയുന്നത്. പിന്നെ ഇസ്ലാമി മിൻ ജദീദ്, ഇതൊക്കെ ഒരേ ആശയങ്ങളുള്ള പുസ്തകമാണ്. എന്ന് വെച്ചാല് ഇസ്ലാമിന്റെ ആവിർഭാവം, ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നത് മൂലം ഇവിടെ ലോകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലോകത്ത് വീണ്ടും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരണമെങ്കിൽ ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കണം, ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം, ആധുനികത ശരിയല്ല തുടങ്ങിയ ആശയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഫൈദുൽ ഹഖ് അൽ ഖൈറാബാദി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രശസ്തമായ ഗ്രന്ഥം ജിൻസുൽ ഖാലി വളരെ പ്രശസ്തമാണ്, താരിഖ് ഫിത്നത്തുൽ ഹിന്ദ് ഒക്കെ ഉണ്ട്. പിന്നെ സഹാറംഫൂരിയുടെ 2 ഹാഷിയകളാണ്. ഒരുപാട് വേറെ ഗ്രന്ഥങ്ങളുണ്ട്. മിഷ്കാത്തുൽ മസാബിഹ് ആണ്. മിഷ്കാത്തുൽ മസാബിഹിന് ഒരു ആശയുണ്ട്. പിന്നെ തഫ്സീറുൽ ബൈദാവിയുടെ ഒരു ആശയുണ്ട്. അൻവർ ഷാ കശ്മീർ ഉണ്ട്. ഇദ്ദേഹം ഹദീസിലും ഖുറാനിലും പ്രശസ്തനായ പണ്ഡിതനാണ്. ഈ സിഹാവ് സിത്തയിലെ 2 അബൂദാവൂദിന്റെയും അതേപോലെ തുർമുദിയുടെയും ഒക്കെ ഷറഹ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അൽ റഫുഷദി എന്നാണ് തുർമുദിയുടെ ഷറഹിന്റെ പേര്. അതേപോലെ അബൂദാവൂദിന്റെ ഷറഹിന്റെ പേര് അൻവാറുൽ മഹ്മൂദ് എന്നാണ്. പിന്നെ കേരളത്തിൽ ഒരുപാട് ലിറ്ററേച്ചറിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഒരുപാട് തവണ ചോദ്യം വന്നതാണ്, ഉമർ ഖാദിയെ കുറിച്ച്. ഹസ്സാൻ മലയബാർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ആണ് അദ്ദേഹത്തിന്റെ കവിതയും പ്രവർത്തനവും, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളും ഇദ്ദേഹം പങ്കുചേർന്നിട്ടുണ്ട്. ലാ ജിബായത്ത് അൽ അർദില്ല, അള്ളാഹുവിന്റെ ഭൂമിക്ക് ടാക്സ് കൊടുക്കേണ്ട, അതിന് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട രചന നഫായിസ് ദുറർ ആണ്. ഇതില് മധൂർ റസൂലും ഇൽമുൽ അഖീദയും ഒക്കെ പരാമർശിക്കുന്ന, സ്വല്ലല്ലാഹി എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. പിന്നെ മഖാസിദ് നിക്കാഹ് എന്ന് പറയുന്ന 1000 ബൈത്തുകളുള്ള മറ്റൊരു വർക്ക് കൂടിയുണ്ട്. പിന്നെ അബ്ദുൽ ഖാദിർ ഫൽഫരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്കോളറാണ്. ഇദ്ദേഹം തുഹ്ഫത്തു സുബിയാൻ, സഹലു സുബിയ തുടങ്ങിയ പഠനാത്മകമായ രചനകൾ നടത്തിയിട്ടുണ്ട്. കവിതകളിലും ഇദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം കബീർ, ഈ 2 പേര് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഹിദായത്തുൽ അദ്കിയ മഖ്ദൂം കബീറിന്റെതാണ്. അതേപോലെ തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി ആബാത്തി സ്വൽബാൻ, പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയതാണ്. അപ്പൊ ഇത് തഹ്രീദ് അൽ ഈമാൻ മഖ്ദൂം അൽ കബീറിന്റെതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇത് 2 കവിതയാണ്, 2 പോർച്ചുഗീസുകാർക്കെതിരെയാണ് എഴുതിയതാണ്. പക്ഷേ തൂഫത്തുൽ മുജാഹിദീൻ രണ്ടാമന്റേതാണ്, തഹ്രീദ് അൽ ഈമാൻ ഒന്നാമന്റേതാണ്. രണ്ടാമന്റെ മറ്റൊരു പ്രശസ്തമായ വർക്കാണ് ഫത്തുൽ മൊയ്ൻ. അതേപോലെ തസൂഫിലുള്ള ഒരു ഗ്രന്ഥമാണ് ഇർഷാദുൽ ഇബാദ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഖാദി മുഹമ്മദ് ഉണ്ട്, ഫത്തുൽ മുബീന്റെ രചയിതാവാണ്. ഇദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെയാണ് എഴുതിയത്. പിന്നെ മുഹീദ്ദീൻ ആലുവായി ഉണ്ട്. മുഹീദ്ദീൻ ആലുവ പ്രശസ്തമാകാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ മോഡേൺ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആലുവയിലുള്ള ജാമിയത്തുൽ അസ്ഹർ ഒക്കെ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. പിന്നെ അവിടെയുള്ള മാഗസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തമായ നോവൽ അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്ത ആളും ഇദ്ദേഹമാണ്. പിന്നെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കൂടുതൽ ഇങ്ങനെ വിശദീകരിച്ചാൽ ബോറടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട ഈ ഏരിയകളും എന്തായാലും മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളും ബലാഗയിലെ ചില പ്രധാനപ്പെട്ട മേഖലകളുമാണ് പരിചയപ്പെടുത്തിയത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സാറേ? അവസാനിപ്പിക്കാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അഡീഷൻസോ ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാർ ഇതിന്റെ PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂലേ? ഓക്കെ, തീർച്ചയായും ചെയ്യാം.
എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഒരാൾ തിബാക്ക് മുക്കാബലയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരേ ഓപ്പോസിറ്റായ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒരേ സെന്റൻസിൽ വരുമ്പോഴാണ് തിബാക്കാവല്. നേരത്തെ പറഞ്ഞ അവിടെ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് പറയല്ലോ മുക്കാബലന്റെ അവിടെ. അത് ഒറ്റ ഒന്നാകുകയാണെങ്കിൽ തിബാക്കാവും. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് മുക്കാബലയാകുക. ഓക്കെ, വേറൊന്നുമില്ല. ആ, തിബാക്കും സജീവ തിബാക്ക് എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിലുണ്ട്. തിബാക്കുൽ ഈജാബ് ഉണ്ട്, തിബാക്കു സെൽബ് ഉണ്ട്. തിബാക്കുൽ ഈജാബ് എന്ന് പറഞ്ഞാല് നേരെ അതിന്റെ ലായോ നെഫി അങ്ങനത്തെ അലാമത്തൊന്നും ഇല്ലാതെ. ഫോർ എക്സാമ്പിൾ, തിബാക്കുൽ ഈജാബിന്റെ ഉദാഹരണം ഇപ്പൊ ലെയ്ല് നഹാറ് രണ്ട് ഓപ്പോസിറ്റ് ആയ സംഗതിയാണ്. അത് വന്നു, അപ്പൊ അത് തിബാക്കുൽ ഈജാബാണ്. തിബാക്കു സെൽബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. യഅലമൂന്നിന്റെ അതേ വാക്ക് തന്നെയാണ് അത്. ലാ യഅലമൂന, യഅലമൂൻ ഒന്നാമത്തെ വന്ന് ലാ യഅലമൂൻ രണ്ടാമത്തെ. അപ്പൊ അങ്ങനത്തെ ഈജാബ് തിബാക്കു സെൽബ്. ഓക്കെ. പിന്നെ സെജ് അങ്ങനെയല്ലല്ലോ. സെജ് എന്ന് പറഞ്ഞാല് മറ്റേ ഒരേ വാക്ക് തന്നെയാണ് രണ്ട് അർത്ഥങ്ങൾ വരിക എന്നല്ലേ ഉള്ളൂ. വേറെന്തെങ്കിലും ഉണ്ടോ? റായിദു ഷേറുൽ അറബി എന്ന് പറയും. റായിദു ഷേറുൽ അറബി ഫിൽ അസ്റുൽ അബ്ബാസിയാണ് ബാറൂദി. റായിദു ഷേറുൽ റായിദു ഷേറുൽ അദബ് ഫിൽ അസ്റുൽ ഹദീസ് ആണെന്നുണ്ടെങ്കിൽ അത് സാമി അൽ ബാറൂദിയാണ്. അമീറു ഷുറ അഹമ്മദ് ഷൗഖി. റായിദു ഷേറു ഫിൽ ജാഹിലി ആണെങ്കിൽ അംറുൽ ഖൈസ്. റായിദികൾ മാറിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച്. ഓക്കെ, ഞാൻ ഒന്നുമില്ലാണ്ടെങ്കിലും വൈൻഡപ്പ് ചെയ്യാം. ഹലോ, അസ്സലാമലൈക്കും. ആ, ബാറൂദി അബ്സിയാണോ? അല്ലല്ലോ, അത് കേട്ടില്ല. അസ്റുൽ അദീസ് അല്ലേ? ഏത്? ജദാർ ബാറൂദി ആ, ബാറൂദി അബ്ബാസിയിലാണോ? ബാറൂദി ബാറൂദി, സോറി സോറി, ബഷാർ ബുർത്താണ് പറയാം. ബാറൂദി അസുൽ ഹദീസ് ആണ്, സോറി. ഓക്കെ ഓക്കെ. അറബി എന്ന് പറഞ്ഞു. അത് അങ്ങനെ ക്ലിയർ അല്ല. ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ പുസ്തകത്തിൽ. ഹലോ, പറയുന്നത് ക്ലിയർ അല്ല. മുഅസ്സിസ് മുഅസ്സിസും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചത്? മുഅസ്സിസും റായിദും വ്യത്യാസമല്ല, അങ്ങനെ രണ്ടു തരം ക്ലാസിഫിക്കേഷൻ ഉണ്ടോ അതില്? അങ്ങനെ കാണുന്നില്ല ഇവിടെ. മുഅസ്സിസ് വേറെയും ഓക്കെ, റായിദ് ഞാൻ വേറെയും പറയാം. ഉണ്ടോ? മുഅസ്സിസ് നമ്മള് മുമ്പ് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മുഅസ്സിസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കായിരിക്കും മുഅസ്സിസ് എന്ന് പറയാം. റായിദ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. ചിലത് രണ്ടും ഒന്നായിരിക്കും. നമ്മള് ഓക്കെ. ജദാറയിലും അതുപോലെ തന്നെ അറബി ഇനി അറബിയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഭാഗങ്ങളിലൊക്കെ ചോദിക്കാം. റായിദ് തന്നെ കാണും. എന്തായാലും കുറച്ച് ദിവസങ്ങളേ മുഅസ്സിസിൽ ഉള്ളൂ. കാണും. കൃത്യമായി പഠിക്കുക. ആ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാം. ശുക്രൻ, ജസാക്കുമുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.